ലാസ്റ്റ് പോയി ഇപ്പൊ ഇവര് ഇബ്നു തൈമിയയുടെ മൗലിദില. ഇബ്നു തൈമിയനോട് ഭയങ്കര ഇഷ്ടായി. ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി ഫതാവൽ കുബ്ര എടുത്തോളൂ, ശരിക്ക് പഠിക്കണം കേട്ടോ. ഫതാവൽ ഹദീസിയ അതന്നെ. ഇബ്നു തൈമിയ ആരാ? ഇബ്നു തൈമിയ ആദ്യകാലത്ത് നല്ലൊരു മൊയ്ലിയാരായിരുന്നു. ഇബ്നു തൈമിയ എന്ന് പറയുന്ന ആള് വഹാബിയായി വഹാബി കുടുംബത്തിൽ ജീവിച്ച ആളൊന്നുമല്ല. അയാൾ നല്ലൊരു ഫഖീഹായിരുന്നു. ഒരു കാലത്ത് പറയുന്ന വാക്കുകൾ ഒരു സെക്കൻഡ് എടുത്ത് അപ്പുറപ്പുറത്ത് വെച്ചോണ്ടൊന്നും ഇത് രക്ഷപ്പെടൂല. ഇത് കൃത്യമാണ് വഴി. ഇബ്നു തൈമിയനെ കുറിച്ച് ആളുകൾ പറയും അയാൾ വലിയ വിവരമുള്ള ആളാണ്. ഇമാം സുബുക്കി പറഞ്ഞില്ലേ, അയാളെ പോലെ ആ കാലത്ത് ബുദ്ധിയും വിവരവുമുള്ള ആരും ഉണ്ടായിട്ടില്ല. ഇതെന്തിനാ പറയുന്നത്? ബാക്കി പറയാനാ. അത് മനസ്സിലാക്കണില്ല അവര്. അയാൾക്ക് വലിയ ബുദ്ധിയും കഥയൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടും അയാൾ പേച്ചുപോയി. കാരണം ലം യജിദ് ലഹു ശൈഖൻ യഹ്ദീഹി, ഇബ്നു തൈമിയയെ സന്മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ ഒരു ശൈഖിനെ എത്തിച്ചില്ല. അർത്ഥം വെച്ച് നോക്കി, ഗുരുവിനെ എന്നൊക്കെ. ഇബ്നു തൈമിയക്കാണെങ്കിൽ ഒരുപാട് ഉസ്താദുമാരുണ്ട്. അക്കാലം ഏതാന്ന് പഠിച്ചില്ല നിങ്ങള്? പലതും നോക്കിയിട്ടുണ്ട്. സൂഫിയാണെന്ന് വരുത്താനും ഇബ്നു തൈമിയൊക്കെ ഫുതൂഹുൽ ഗൈബ് നടക്കി. ഈ പേരോണ്ട് എല്ലാ വളവും അയാൾ നോക്കി. ചെറിയ വ്യത്യാസമുണ്ട്. അയാൾക്ക് കിതാബ് പറയും, മറ്റേയാൾക്ക് ഒരു ചുക്കും തിരിയൂല. രണ്ടും തമ്മിൽ അതാ വ്യത്യാസം. കണ്ടില്ലങ്ങള് ശറഹു ഫുതൂഹുൽ ഗൈബ്, ഫുതൂഹുൽ ഗൈബിന്റെ ശറഹ്. ഫുതൂഹുൽ ഗൈബ് ആരതാലിൽ ഇമാമി റബ്ബാനി അബ്ദുൽ ഖാദിർ ജീലാനി ഔസുൽ ആലമിന്റെ ആണ് ഫുതൂഹുൽ ഗൈബ്. അതിനാരാ ശറഹ്? ശൈഖുൽ ഇസ്ലാം, ഇസ്ലാമിലെ തന്താന്നൊക്കെ അർത്ഥം വെക്കാൻ കുഴപ്പമൊന്നുമില്ല. തഖിയുദ്ദീൻ അബുൽ അബ്ബാസ് അഹ്മദ് ഇബ്നു തൈമിയ. ഇബ്നു തൈമിയാണ് വ്യാഖ്യാനം. ഇതുകൊണ്ടൊന്നും ആള് ശരിയാവൂല. അയാളുടെ വിശ്വാസത്തിലേക്ക് ദുർവ്യാഖ്യാനിച്ച് കൊണ്ടുവരാൻ വേണ്ടി അയാളും മശായിഖുമായി ബന്ധമുണ്ട് എന്ന് ആളുകളെ ധരിപ്പിക്കാൻ അക്കാലത്ത് അയാൾ എഴുതിയ സാധനം അത്. 40 വയസ്സ് വരെ അയാൾ ഒരു ഫഖീഹായിരുന്നു, വെറും ഫഖീഹ്. അയാൾക്ക് ഇൽമുണ്ട് എന്നുള്ളതൊരു മഹത്വമൊന്നല്ല. ഇബ്ലീസിന് ഇൽമില്ലേ? നിങ്ങളത് മാത്രം കട്ട് ചെയ്ത് വിട്ടതുകൊണ്ട് മാത്രമാവോ? ഇൽമി ഇബ്ലീസിനില്ലേ? ബൽആമിനില്ലേ? ആർക്കല്ലാത്തവിടെ ഇൽമ്? ബാക്കി പറയണം. പിന്നെ നമ്മൾ പറഞ്ഞിരുന്നു, അയാൾ ജനിച്ചപ്പോൾ തന്നെ വഹാബിയായി വന്ന ആളല്ല. അയാളെ വഹാബി എന്നല്ല അയാളെ പറയേണ്ടത്. വഹാബി എന്ന് പറഞ്ഞാൽ എന്താ? ഇബ്നു അബ്ദുൽ വഹാബിന്റെ ടീമാണ്. ഇബ്നു അബ്ദുൽ വഹാബ് വരുന്നത് ഹിജ്റ 1100 ശേഷമാണോ? ഇയാൾ ആ പറഞ്ഞ 7-ാം നൂറ്റാണ്ടിൽ, അതുപോലെ 6-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലായിട്ടുള്ള ആളല്ലേ ഇയാള്? ആ കാലഘട്ടങ്ങളിലുള്ള ആളല്ലേ? അപ്പൊ 1000ന്റെ ശേഷം വന്ന വഹാബി എന്ന് അയാളെ കുറിച്ച് എങ്ങനെ പറയാ? അപ്പൊ ഒരു കാര്യം പറയുമ്പോൾ അത് ഫുള്ളായിട്ട് മനസ്സിലാക്കണം. നമ്മൾ പറയുന്ന വഹാബി വരെ എല്ലാ പഴച്ചവാദങ്ങളും കണ്ടെത്തിയത് അയാളിൽ നിന്നാണ്. വഹാബി, ജമാഅത്തെ ഇസ്ലാമി, പിന്നെ വേറെ സാധനം മുസ്ലിം ജമാഅത്ത്, ഇങ്ങനെ തുടങ്ങിയ ഏതൊക്കെ സാധനങ്ങളുണ്ടോ ഇതിന്റെ എല്ലാ വിഷബീജങ്ങളും കിട്ടിയത് ഇബ്നു തൈമിയയിൽ നിന്നാണ്. ഇബ്നു തൈമിയയെ കുറിച്ച് എന്താ അഹ്ലുസുന്നയുടെ നിലപാട്? ഇമാമിങ്ങളെ കിതാബ് വായിക്കാൻ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് നിലപാടൊന്നുമില്ല. മശായിഖ് പറഞ്ഞതാണ് ഞങ്ങളെ നിലപാട്. മശായിഖിന്റെ കൂടെ നിന്ന ഇമാമിങ്ങൾ പറഞ്ഞത് നോക്കൂ നിങ്ങൾ. സുഇല, ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു വരി വായിക്കുമ്പോൾ വിട്ടുപോയോ എന്ന് ശരിക്ക് നോക്കിക്കോ. ഇതൊരു ദർസൊന്നല്ല ചങ്ങായിമാരെ. ഇതിൽ പ്രധാനപ്പെട്ട ഭാഗമല്ലേ വായിക്കുക. ഇത് 4-5 പേജുണ്ട്. ഇതെല്ലാം കൂടി വായിച്ചാൽ 10 ആയിപ്പോയില്ലേ? നിങ്ങളെ ബാക്കി ഇവിടെ പോസ്റ്റ്മോർട്ടം നടക്കുമോ? ഇത് തല മുതൽ കാല് വരെ ഞങ്ങൾക്ക് ഓരോ ദിവസവും കീറി മുറിക്കണ്ടേ? അപ്പൊ പ്രധാനപ്പെട്ട പോയിന്റാ വായിക്കാം. കണ്ടോ, ഇബ്നു തൈമിയ ഇഅ്തിറാദുൻ അലാ മുതഅഖിരി സൂഫിയ. ഇബ്നു തൈമിയ സൂഫിയാക്കന്മാരൊക്കെ ആക്ഷേപിച്ചിട്ടുണ്ടല്ലോ. സൂഫിയാക്കൾ എന്ന് പറഞ്ഞാൽ അവരെ കാലത്തുള്ളവരെയാണ് ഏറ്റവും വലിയ എതിർപ്പ്. ആരെ കാലത്താ ഇബ്നു തൈമിയന്റെ വരവ്? ശൈഖുൽ അക്ബർ, ഖുത്ബുൽ അക്ബർ, സയ്യിദുസ് സാദാത്ത് അശ്ശൈഖ് അബുൽ ഹസൻ അശ്ശാദുലി. ഷാദുലി ഇമാമിനെതിരിൽ
അയാൾ ഷാദുൽ ഇമാമിനെ അന്ന് സ്വീകരിക്കേണ്ടിയിരുന്നു. ഷാദുൽ ഇമാമിനെ സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, അവിടെയൊക്കെ പഠിക്കാണ്ട് ഇബ്നു തൈമിയന്റെ കാലം എന്നാണ് പറയുന്നത്. ഇബ്നു തൈമിയ ആരുടെ കാലത്ത്? അബുൽ ഹസൻ ഷാദുലി തങ്ങളെ കാലം. മടവൂർ ശൈഖുനന്റെ കാലം എന്ന് പറയാം, ഇപ്പോഴും ആ കാലാണ്. ഇതുപോലെ അബുൽ ഹസൻ ഷാദുലി തങ്ങൾ വഫാത്തായി അബുൽ അബ്ബാസുൽ മർസി തങ്ങളും ബഹുമാനപ്പെട്ട ഇബ്നു അത്വാഇല്ലാഹി സിക്കന്ദരി തങ്ങളൊക്കെ വാഴുന്ന കാലത്താണ് ആരെ വരവ്? ഇബ്നു തൈമിയുടെ വരവ്. അതുകൊണ്ടാണ് അയാൾ കിതാബ് എഴുതി അർ-റദ്ദു അല ഷാദുലി ഫീ ഹിസ്ബൈഹി വമാ സന്നഫഹു ഫീ ആദാബി ത്വരീഖ്. അതിന്റെ മറുപടി ഷാദുലി ഇമാമിന് മറുപടി. ഷാദുലി ഇമാമിന്റെ ഹിസ്ബിലുള്ള തെറ്റ് നോക്കൂ നിങ്ങൾ. ചുവന്ന ബുക്ക് എടുക്ക്. ഇതൊക്കെ ഒരേ സാധനങ്ങളാണ്, കണ്ടില്ലേ? ത്വരീഖത്ത് ഒരു സമഗ്ര പഠനം. ഇത് ബാലുശ്ശേരി പറഞ്ഞ പോലെ ഒരു സാധനക്ക് വെച്ച് പിടിക്കേണ്ടിയാണ്. നേരെ പിടിച്ചാൽ പിന്നെ എന്തു സംഭവിക്കുക? നമുക്ക് കാവലുള്ളത് കൊണ്ട് മാത്രം അതൊക്കെ പിടിക്കണം. കാവൽ തേടണതില്ലെന്ന് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ അബദ്ധമാണ്. അതിൻ്റെ കളറ് പോലെ കണ്ടില്ല നിങ്ങൾ? അബദ്ധമാണിത്. അപ്പം ഏതാ അത്? ത്വരീഖത്തൊരു സമഗ്ര പഠനം. ഇതിൽ പറയാത്ത, ചർച്ച ചെയ്യാത്ത, പിഴച്ചവരാണെന്ന് പ്രഖ്യാപിക്കാത്ത ഈ കാലത്തെ ഏത് മശായിഖാള്? എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഒരു ചങ്ങായി പറഞ്ഞത് മുമ്പ് എഴുതിപ്പോയതുകൊണ്ടാണ്, അല്ലെങ്കിൽ കുരുവട്ടൂരും അതിലുണ്ടാവും. എന്നിട്ട് ഇപ്പം ഞങ്ങൾക്ക് ഇപ്പം എന്താ? ബാക്കിയുള്ളതൊക്കെ ഇപ്പം ഇതിലില്ലേ? പട്ടിക്കാട് ത്വരീഖത്ത് ചേർന്ന് ഇതിലില്ല. ഇപ്പോൾ അതുകൊണ്ട് മൗലക്ക് എന്താ സംഭവിച്ച്? മൗല ഉപ്പാപ്പ കൊണ്ട് എന്തോ ആയോ? എഴുതി അനക്ക് പോയി എന്നല്ലാതെ ഓൽക്ക് എന്ത് നഷ്ടപ്പെടാൻ? അപ്പം അതൊക്കെ വെറുതെ പറയുകയാണ്. അപ്പം ഈ രണ്ട് ബുക്കും, ഒന്ന് ഇബ്നു തൈമിയ, ഒന്ന് ഈ കാലത്തെ ഇബ്നു തൈമിയ, പൊന്മുള അബ്ദുൽ ഖാദർ മൗലവി, രണ്ടും ഒരേ ലെവലിലുള്ള സാധനമാണ്. ആധുനിക ഇബ്നു തൈമിയ, ഒന്ന് പഴയ ഇബ്നു തൈമിയ. ഇബ്നു തൈമിയെ കുറിച്ചുള്ള നിലപാടാണ് ഇബ്നു ഹജർ തങ്ങളോട് ചോദ്യം. ഫിഖ്ഹിലൊക്കെ വലിയ കഴിവുള്ള ആളാണല്ലോ, മൂപ്പരാണെങ്കിൽ സൂഫിയാക്കളെ എതിർക്കുന്നുണ്ട്, എന്താ അതിന്റെ സംഭവം? കേട്ടോട്ടോ, ഇബ്നു തൈമിയെ കുറിച്ച് നിലപാട് പറയാണ് അഹ്ലുസുന്ന. ഇബ്നു തൈമിയ അബ്ദുൻ. ആരെ മറുപടി? തുഹ്ഫത്തുൽ മുഹ്താജ് എഴുതിയ ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി. ഇബ്നു ഹജറിനൊന്നും പിടിക്കൂലല്ലേ? ഇപ്പോ പക്ഷപാതിയാണെന്നൊക്കെ പറയാൻ നോക്കുന്നുണ്ട് ഇബ്നു ഹജർ തങ്ങളെ. ഇബ്നു ഹജർ തങ്ങള് എന്നാ തുഹ്ഫ മർക്കസ് ഒന്ന് ഒഴിവാക്കി പക്ഷപാതിയുടെ കിതാബ് നോക്കാൻ പാടുണ്ടോ നിങ്ങൾ? എല്ലാ കിതാബും എത്തിച്ചേരുന്ന ആധികാരിക ഗ്രന്ഥമല്ലേ തുഹ്ഫ? ആ തുഹ്ഫ എഴുതിയ ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ പറയാണ് ഇബ്നു തൈമിയ അബ്ദുൻ, അയാളൊരു അടിമയാണ്. ഖദലഹുല്ലാഹ്, അല്ലാഹു അയാളെ നിന്ദ്യനാക്കിയിരിക്കുന്നു. അപ്പൊ പേരോട് പറഞ്ഞെന്താ? ഞാൻ കേൾപ്പിക്കുന്നുണ്ട്, ഒക്കെ കേൾപ്പിക്കും. നമ്മൾ അയാളെ കുറിച്ച് എന്തിനു പറയണം? അത് അയാളും അല്ലാഹുമായിട്ടാകട്ടെ, നമ്മൾ അയാളെ വിട്ടേക്കുക. അയാളെ കുറിച്ച് നിലപാട് പറയണ്ട, വിടൂലങ്ങള്. അങ്ങനെയാണെങ്കിൽ എന്തിനാ ഈ തബ്ബത്ത് യദാ അബീ ലഹബ് എന്ന് സൂറത്തോതിന്? അൽദി അബൂ ലഹബ് ആയ പോലെ ഇവിടെ ഫിത്ന ഉണ്ടാക്കിയ ചിലരുണ്ട്, ഓലെ പറയുന്ന വേണം ഇവിടെ. അത് നല്ല മട്ടായല്ലോ. ഇബ്നു ഹജർ എന്താ പറഞ്ഞ? ഖദലഹുല്ലാഹ്, കഴിഞ്ഞിട്ടില്ല കേട്ടോ. വഅലല്ലഹു, അല്ലാഹു അയാളെ വഴിപിഴപ്പിച്ചു. വഅഅമാഹു, നിങ്ങളെ അന്നത്തെ എപ്പിക്കാരുണ്ടെങ്കിൽ ഓല് പറയും ഭയങ്കര തെറിയാട്ടോ മുപ്പര്. വഅഅമാഹു, ഇബ്നു തൈമിയെ അല്ലാഹു അന്ധനാക്കി. നല്ല കാഴ്ചയുള്ള ആളാണ് മുപ്പര്. പേരെന്താ പറഞ്ഞ്? അയാൾ അഅ്മയാണ് എന്ന് പറഞ്ഞാൽ സത്യം കാണാനായിട്ട് കഴിയില്ല. വഅസമ്മ, കാത് കേൾക്കാത്ത പൊട്ടനാണ് അയാൾ എന്ന് പറഞ്ഞാൽ സത്യം കേൾക്കാനായിട്ട് കഴിയില്ല. വഅദല്ലഹു, അല്ലാഹു അയാളെ നിന്ദ്യനാക്കി. വബിദാലിക സ്വറഹൽ അഇമ്മ, ഇത് ഞാൻ എൻ്റെ വകയിൽ പറഞ്ഞതല്ല, ഇത് അയിമ്മത്ത് മുഴുവനും ഇമാമീങ്ങൾ മുഴുവനും രേഖപ്പെടുത്തിയതാണ്. അയാളുടെ വിശ്വാസവും അയാളുടെ വാക്കുകളും അയാളുടെ ഫസാദുകളും വിശദീകരിച്ച് അവർ പറഞ്ഞിട്ടുണ്ട്. വമൻ അറാദ ദാലിക ഫഅലൈഹി ബിമുതാലഅതി കലാമിൽ ഇമാമിൽ മുജ്തഹിദ്. ഇത് ഞാൻ പറയുകയാണെന്ന് ആർക്കെങ്കിലും ആരോപണമുണ്ടെങ്കിൽ ഇമാമും മുജ്തഹിദും ഇമാമത്തും ജലാലിയത്തും എല്ലാവരും ഒന്നു പറയുന്ന
വലിയ മഹാനായ അബുൽ ഹസൻ സുബ്കി തങ്ങളുടെ കിതാബ്, മൂപ്പരുടെ മകൻ താജുദ്ദീൻ സുബ്കി എന്നവരുടെ കിതാബ്, ശൈഖുൽ ഇമാം ഇസ്ബിനു ജമാഅ എന്നവരുടെ കിതാബ്, അതുപോലെ വാഹിലി അസുരിഹിം അവരുടെ കാലക്കാരായ മുഴുവൻ ഇമാമിങ്ങളെയും കിതാബ് നോക്ക്. വഗൈരിഹിം മിനശ് ശാഫിഇയ്യ വൽ മാലികിയ്യ വൽ ഹനഫിയ്യ, ഹനഫി മദ്ഹബിലുള്ള പണ്ഡിതന്മാർ, അതുപോലെ തന്നെ മാലിക്കി പണ്ഡിതന്മാർ, ശാഫിഈ പണ്ഡിതന്മാർ, അവരെല്ലാരും പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് എന്നറിയോ? ചോദ്യകർത്താവ് ചോദിച്ചല്ലോ, പിൽക്കാലത്തുള്ള സൂഫിയാക്കളെ ഇബ്നു തൈമിയെ എതിർത്തിട്ടുണ്ടല്ലോ. മഹാൻ പറയാണ്, അങ്ങനെ എതിർത്തിട്ടുണ്ട് എന്ന് മാത്രമല്ല, ബൽ ഇഅ്തറദ അലാ മിസ്ലി ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ ഇബ്നു തൈമിയ ചോദ്യം ചെയ്തിട്ടുണ്ട്. വ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുമാ, അലിയാരെ ചോദ്യം ചെയ്തിട്ടുണ്ട്. വൽ ഹാസിൽ എപി സമസ്ത, നിലപാട് പോയ ഒരു നിലപാടുമില്ലാതെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും പഴച്ച വിഭാഗക്കാരെ കേട്ടോളൂ. വൽ ഹാസിൽ ചുരുക്കി പറഞ്ഞാൽ അല്ലാ യുഖാമലി കലാമിഹി വസുനുൻ, ഇബ്നു തൈമിയുടെ വാക്കിന് ഒരു പണത്തൂക്കത്തിന്റെ വില പോലുമില്ല. ബൽ യുർമാ ഫീ കുല്ലി വഅരിൻ വഹസൻ, അയാളെ വാദങ്ങളെ, അയാളെ വാക്കുകളെ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയണം. വാക്ക് ഇനിയാ ശ്രദ്ധിക്കണ്ടി. വയുഅ്തഖദു ഫീഹി, അയാളിൽ വിശ്വസിക്കണം, വിശ്വസിച്ചോളണം, അങ്ങനെ വിടാൻ പറ്റൂല. നമ്മൾ അഭിപ്രായം പറയണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അയാളെ കുറിച്ച് വിശ്വസിക്കണം. അന്നഹു ഇബ്നു തൈമിയ മുബ്തദിഉൻ, പേച്ചുവയാളാണ്. ളാല്ലുൻ, കണ്ടോ, മുബ്തദിയാണെന്ന് പറഞ്ഞിട്ട് പിന്നെയും പറയാണ് വഴിപഴച്ച ആളാണ്. വമുദില്ലുൻ, വഴി പഴപ്പിക്കുന്ന ആളാണ്. അന്നത്തെ പേരോടിനെ കുറിച്ച് ഇബ്നു ഹജർ പറയുന്ന വാക്കാത്. നമ്മളിത് ശക്തായി പറയുമ്പോൾ എന്തോ തെറി പറയാന്ന് മനസ്സിലാക്കണ്ട, അതിന്റെ ഗൗരവം കൊണ്ട് പറയല്ലത്. ളാല്ലുൻ മുദില്ലുൻ ജാഹിലുൻ, അയാൾക്ക് വലിയ ഇൽമുണ്ട് എന്നല്ലേ നമ്മൾ പറഞ്ഞ്. ഇബ്നു ഹജർ തങ്ങൾ പറയാണ് ജാഹിലാണ് അയാൾ, എന്ന് പറഞ്ഞാൽ അറിയേണ്ടതൊന്നും അയാൾ അറിഞ്ഞിട്ടില്ല, അള്ളാഹിനെ കുറിച്ച് തീരെ അറിഞ്ഞിട്ടില്ല. എന്നിട്ട് പറയാണ് ഖാലിൻ, അതിര് വിട്ട് കടന്ന ആളാണ്. ആമലഹുല്ലാഹു ബിഅദ്ലി, അല്ലാഹ് അയാൾക്ക് ശക്തമായ അവന്റെ നീതി നടപ്പാക്കി കൊടുക്കട്ടെ. നോക്കൂ നിങ്ങൾ, വളരെ ശക്തമായ ഭാഷയിൽ ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറയാണ്. പിന്നെയുണ്ട് ഒരുപാട്, ഒബിയുൻ, വിഡ്ഢിയാണ് അയാൾ, ഇങ്ങനെ പല വാക്കുകളും പറഞ്ഞ് അയാളെ കുറിച്ച് അങ്ങനെ വിശ്വസിക്കൽ നിർബന്ധമാണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കേട്ടോ. ഇനി നമുക്ക് പല പുതിയ നിലപാടിലേക്കൊന്ന് പോകാം. ഇപ്പോൾ ഒരു മറ്റേ BKF വന്നല്ലോ. BKF വന്നപ്പോൾ ചോദ്യകർത്താവായി ഒരു ചങ്ങായി അവിടെ ഇരിക്കുന്നുണ്ട്. ഓനൊക്കെ എന്തിനിരിക്കുക അവിടെ? വലിയ പിന്നെ മഹബത്ത് പ്രസംഗിക്കുന്ന ആളാത്രേ. മഹബത്തിനെ കൊണ്ട് പറയിപ്പിക്കണ്ട. ഈ മഹബത്തിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും കൂടുതൽ ആക്ഷേപിച്ച ഇബ്നു തൈമിയയെ മഹത്വവൽക്കരിക്കുമ്പോൾ എന്തായിരുന്നു അവിടെ പണി? ചോദ്യം ചോദിച്ചാളെ കൊടുക്കണ്ട അവിടെ. ഞങ്ങളെ ആ സ്ഥാനത്ത് ഇരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ആ ഓടാൻ സ്ഥലം ബാക്കി ഉണ്ടാവില്ല. എന്നിട്ട് എന്താ പറയുന്നത് ശരിക്കും മനസ്സിലാക്കണം. ഇവർ രണ്ടാൾ ഇരുന്നിട്ട് അഭിമുഖം നടത്തിയിട്ട് ഇബ്നു തൈമിയുടെ കാര്യം ഇങ്ങനെയൊക്കെ ഉണ്ട്, അങ്ങനെ പല കിതാബിലും പലതും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അങ്ങനെ കൊണ്ടോ എന്ന് നമുക്ക് അറിയൂലല്ലോ, അതുകൊണ്ട് നമ്മൾ മൂപ്പര് കാര്യത്തിലൊന്നും പറയാൻ പോണ്ട, മൂപ്പര് തൗബ ചെയ്തു എന്ന് പിന്നെ പറയുന്നുണ്ട്. അതിന് മുമ്പുള്ള വർത്താനം ഞാൻ പറയുന്നത്. ശരിക്കും ശ്രദ്ധിക്കുക, നിലപാട് മാറുകയാണ്. നമ്മളെ മശായിഖിന്റെ കറാമത്തും കൂടിയായത്. ഇവരൊക്കെ അതപ്പതിച്ചു പോകും, ഒറിജിനൽ വഹാബിന്റെ അപ്പുറത്താണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ പലരും ഇങ്ങനെ ചോദിച്ചു, എന്തിനാ അത്രയൊക്കെ പറഞ്ഞ്? ഇപ്പം ഇങ്ങനെ വരില്ലേ ഓരോന്ന്. ഇബ്നു തൈമിയനൊക്കെ മഹത്വവൽക്കരിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞാൽ, എന്നിട്ട് ആളുകളെ പറ്റിക്കാൻ ഒരു പേരും. ആ അഭിമുഖത്തിന്റെ പേരെന്താണെന്നറിയോ? ഇബ്നു തൈമിയ വ്യതിയാന ചിന്തകൻ. ഇതെന്തിനാ? ആളുകൾ കയറി നോക്കാൻ, നോക്കുമ്പോൾ മനസ്സിലാവും വ്യതിയാന ചിന്തകൻ എന്ന് പറയാൻ പാടില്ല അതിൻ്റെ ഉള്ളിലുള്ളത്. തട്ടിപ്പാണത്. മുജാഹിദ് പള്ളി ഉണ്ടാക്കി മസ്ജിദുൽ ഹുദാദിടും. ഹുദയും അതുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല അല്ലേ? മസ്ജിദു തഖ്വ, മുഹിയുദ്ദീൻ പള്ളി തന്നെ പേരിട്ടുണ്ട്. അതുപോലെ തന്നെ ഉപ്പും ചാക്കാണ്, അതിൻ്റെ പുറത്ത് എഴുതിയേക്ക ഇത് പഞ്ചസാരയുള്ള ചാക്കാകുന്നു, അതുകൊണ്ടാവൂലേ?
അതിൻ്റെ ഉള്ളിലുള്ള എന്താ? കൃത്യമായി നിങ്ങൾ പറഞ്ഞ പൊട്ടത്തരങ്ങൾ. അതിനാ മറുപടി പറയേണ്ടത്. കേൾപ്പിക്കുന്ന ഒരു ഭാഗം കേട്ടോളൂ, പറയട്ടെ. അതിപ്പോ ഇദ്ദേഹം ഇവിടെ ഇങ്ങനെ അദ്ദേഹം തന്നെ കൈപ്പടയിൽ എഴുതിയപ്പെട്ടാണ് ഈ എന്ന ഗ്രന്ഥം അയാളുടെ കൈപ്പടയിൽ നമുക്ക് കിട്ടിയില്ല. അയാളെ കൈപ്പട കണ്ടാൽ നമുക്കൊട്ട് അറിഞ്ഞും കൂടാ. അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ അദ്ദേഹത്തിൻ്റെ ഏതാ ശരി എന്നെങ്ങനെയാണ് വെക്കുക? അതാണ് നേരത്തെ ചോദ്യകർത്താവ് ചോദിച്ചത്. ഒന്നിലങ്ങനെയും കാണുന്നു, ഒന്നിലിങ്ങനെയും കാണുന്നു. നമ്മളെന്താ ചെയ്യുക? നമ്മളൊന്നും ചെയ്യാനില്ല. നമ്മൾ പണ്ട പഠിച്ച ആ ശരി തെരീക്കത്ത് തിന്നങ്ങ് പോയേച്ചാൽ മതി. നമ്മൾ പണ്ടേ നമ്മളെ ഉസ്താദുമാർ പഠിപ്പിച്ച ആ ശരി തെരീക്കത്തുണ്ടല്ലോ, അതിൽ അങ്ങ് പോയാൽ മതി. നമ്മളതിനാണ് നോക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് എന്തോ കുഴപ്പമുണ്ടോ? അദ്ദേഹത്തിനെ ഹിസാബ് ചെയ്യുന്നത് നമ്മളല്ല, അദ്ദേഹത്തിന് പ്രതിഫലം കൊടുക്കുന്നത് നമ്മളല്ല. അതല്ലേ നമുക്ക് ഡ്യൂട്ടി ഇല്ലല്ലോ. അപ്പം നമ്മൾ ആവശ്യമില്ലാതെ എന്തിന് അദ്ദേഹത്തെ പരാമർശിക്കണം? അല്ലാഹുബീനി അദ്ദേഹത്തിൻ്റെ വഴിക്ക് പോയി. ഇനി അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു ഗന്ധം ഒരു സിമ്പിളായിട്ടാ കൈകാര്യം ചെയ്യുന്നൊക്കെ നിങ്ങൾ നമ്മളെന്തെങ്കിലും ചർച്ച ചെയ്യണം. അത് നമ്മൾ അള്ളാഹിൻ്റെ സബീലിൽ വിടുക, വഴിക്ക് വിട്ടേക്കുക. നമ്മളൊന്നും നോക്കണ്ടല്ലോ. അത് അയാളും ആയിക്കൂടെ. നിങ്ങളെന്താ പറഞ്ഞറിയോ? അയാള് പച്ച തെറ്റെഴുതിയ കിതാബിൻ്റെ പേര് പറഞ്ഞിട്ട് ഇത് അയാളെ കൈപ്പടയിൽ എഴുതിയത് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. പുതിയൊരു ഉസൂലുണ്ടാക്കിയ ഇബ്നു തൈമിയ്യ എന്നെ വിശ്വസിക്കുന്നതെന്ന് പറയണമെങ്കിൽ അയാളെ കയ്യെഴുത്ത് നമുക്ക് കിട്ടണം. അങ്ങനെ ഇല്ലാത്തോണ്ട് ഉറപ്പില്ലല്ലോ. എന്നാ അങ്ങക്ക് ഈ ഉറപ്പ് പോയത്? അയാളെ വെറുതെ വിട്ടാൽ മതി, അയാളെ കുറിച്ച് അഭിപ്രായം പറയണ്ട എന്ന് പറയാൻ എന്നു മുതലാണ് നിങ്ങളുടെ നിലപാട് മാറിയത്? ഞങ്ങളുടെ നിലപാട് എന്താണെന്നറിയോ? യുഅ്തഖദു ഫീഹി അന്നഹു മുബ്തദിഉൻ. അയാൾ മുബ്തദിയാണെന്ന് വിശ്വസിച്ചോളണം. ഇമാം ഇബ്നു ഹജർ തങ്ങൾ ളാല്ലുൻ മുദില്ലുൻ ജാഹിലുൻ അയാൾ അത്ര ഇടങ്ങാറാക്കിയിട്ടുണ്ട്. ഇബ്നു അബ്ദുൽ വഹാബിനെ പറയുമ്പോൾ ചൂടാകണ്ട. ഇബ്നു തൈമിയ്യ പറയുമ്പോൾ അത്രയും ദ്രോഹം സൂഫിയാക്കളോട് ചെയ്തിട്ടുണ്ട് ഇവര്. ഇബ്നു അബ്ദുൽ വഹാബൊക്കെ വന്നിട്ട് മക്കയിലും മദീനത്തും നടത്തിയ കൊള്ള എത്രയാണ്? എത്ര നേർച്ചപ്പെട്ടികളാ കവർന്നെടുത്തത്? എത്ര സൂഫിയാക്കളെയാണ് കഴുത്തറത്ത് കൊന്നുകളഞ്ഞത്? അല്ലാമ സൈനി ദഹ്ലാൻ അത് പറയാൻ കിതാബുകൾ എഴുതിയിട്ടില്ലേ? സൈനി ദഹ്ലാൻ തങ്ങളെന്ന് ഇപ്പൊ നിങ്ങൾക്ക് പറ്റൂല. നിങ്ങൾക്ക് പറ്റുന്ന ഇബ്നു തൈമിയ്യ, ഇബ്നു അബ്ദുൽ വഹാബ്, ഇബ്നു ബാസ്, ഈ പോലെ എല്ലാവരും പേർക്ക് ഒരു മൗലിദ നടത്തിക്കോളി. നിങ്ങൾ സിറാജുൽ ഹുദയിൽ ആ പേരും അങ്ങനെ തന്നെ. സിറാജും ഇല്ല, ഹുദയും ഇല്ല, രണ്ടും അവിടെ ഇല്ല. പിന്നെ അവിടെ ഉള്ള കുറച്ച് ഫിത്ന മാത്രമാണ്. മശായിഖുമായിട്ട് കളിച്ച് ഇപ്പം ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ വിഷയം. ഭയങ്കര ഓട്ടത്തിലാപ്പോ. പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ടീം മമ്പുറത്ത്, വേറൊരു ടീം മടവൂര്. അവിടേക്ക് 500 രൂപ കൊടുത്താൽ പോരെ ചങ്ങായിമാരെ? സിറാജുലുദ്ദീഖിന് ഒരു 500 ഖർച്ചാക്കിയാൽ പോലെ. എയർപിൻ വരെ കാര്യം വരും എന്ന് പറഞ്ഞു. ഇപ്പം ഉണ്ടായ പ്രശ്നം പരിഹരിക്കാൻ അത് പോരെ? മതിയാവൂല. എന്നിട്ട് ഇപ്പൊ യാത്രയില്ല. ജീവിച്ചിരിക്കുന്ന ആരെങ്കിലും കുരുവട്ടൂർ വരാൻ ബാക്കിയുള്ള തങ്ങന്മാരുണ്ട്, അവിടെ പോയി പ്രത്യേകം ദ്വാരിപ്പിക്കുകയാണ്. ഇന്നലെ നമ്മൾ ആയഞ്ചേരി ഭാഗത്തിൻ്റെ ഒരു തങ്ങളിട്ട് പോയിന്. ആള് ജാവിയിൽ വന്ന ആളാണ്, അത് മുപ്പര് അറിഞ്ഞില്ല. അവരെന്നെ എൻ്റെ ഫോട്ടോ ഒക്കെ എനിക്ക് വിട്ടെന്നുണ്ട്. ഇപ്പൊ ഞാൻ അതിലേക്ക് കിടക്കില്ല. എന്താണ് സംഭവിച്ചത്? പലരും കളിച്ചത് കിട്ടുന്നില്ലേ? നിങ്ങൾ കാണുന്നില്ലേ? കളിച്ചവരൊക്കെ എവിടെയുള്ളത് ഇപ്പോ? അപ്പോൾ ചിലതൊക്കെ വരുമ്പോൾ സഹിക്കാനും മമ്പുറത്തേക്കും മടവൂരൊക്കെ ഓടിയിട്ട് കിട്ടണമെങ്കിൽ അവരെ ഒക്കെ നിങ്ങൾ എല്ലാ നിലക്കും ഇൻസൾട്ടാക്കി ഒരു കഴിവുമില്ല റസൂലിൽ നിന്ന് പ്രസംഗിച്ചിട്ട് അവനാൻ്റെ തലയ്ക്ക് ഇടുത്തി വീഴുമ്പോൾ ഓടുകയാണില്ലേ? ഓട്ടം ബാക്കിയാവും. പിടിക്കണ്ടേ നിങ്ങളെ? ഇന്ന ബത്ഷ റബ്ബിക ലശദീദ്. ചെറിയ പിടുത്തം നിങ്ങൾക്ക് മതിയാവില്ല, പിടിക്കപ്പെടുന്നേ നിങ്ങളൊക്കെ. അത് ഞാൻ പിന്നെ വരായിലേക്ക്. അപ്പം നിങ്ങൾക്ക് എന്നു മുതലാണ് ഈ പറഞ്ഞ നിലപാടില്ല? പഴയ പ്രസംഗം എന്ന് കേട്ടോക്കട്ടെ നമുക്കിനി. പഴയ പ്രസംഗം ഇയാൾ പറയുന്നത് എന്താ അറിയാം? പഴയ വാഴക്കാടും പഴയ പിലാത്തറയിലെ പ്രസംഗമൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ ഇയാൾ പറയുന്നൊരു സംഗതി എന്താണെന്നറിയാം നിങ്ങൾ? ഇബ്നു തൈമിയ്യ അയാളാണ് എല്ലാവരെയും പറ്റിച്ചത്. ഇബ്നു തൈമിയ്യ ആരാന്ന് പഴയ പ്രസംഗം തന്നെ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഞാനതാ ഒതുക്കുമെന്ന് പറഞ്ഞു, ഇതിക്ക് കുറച്ച് പറയാണ്ട് എന്നുള്ളത്. ഇപ്പം നിങ്ങൾക്ക് നിലപാട് പറയാൻ പേടില്ലേ? മൂപ്പര് അല്ലായിട്ട് ആയിക്കൂടെ? അത് കാണിച്ചാൽ നിങ്ങൾക്ക് പഴയ പ്രസംഗം പേരോട് വരട്ടെ, പറയട്ടെ. നിങ്ങളെ ഇബ്നു തൈമിയ്യയല്ലേ നിഷേധിക്കാൻ കഴിയുമോ മൗലവിമാരെ? നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, കണ്ണട നമുക്കൊന്ന് നടത്തണം നന്നായിട്ട്.
ഇനി ഞാൻ പറയട്ടെ, ഇബ്നു തൈമിയ, നിങ്ങളെ ഇബ്നു തൈമിയ എഴുതിയത് മുസ്ലിമേക്ക് വിശ്വസിക്കാൻ പറ്റുമോ? കേട്ടോളൂ സഹോദരന്മാരെ, ശരിക്കും മനസ്സിലാക്കിക്കോ. ഇയാളാണ് ലോകത്തുള്ള എല്ലാ കക്ഷികളെയും പറ്റിച്ചത്. എല്ലാ മൗലവിമാരും ഇയാളെ കണ്ടിട്ട് പറ്റിപ്പോയതാണ്. ഇയാൾ വലിയ വിവരമുള്ള ആളാണെന്ന് മനസ്സിലാക്കി തെറ്റിദ്ധരിച്ചു പോയതാണ്. അതുകൊണ്ട് ശരിക്കും പഠിച്ചു വെച്ചോ മൗലവിമാരെ. പരിശോധിക്കാൻ നിങ്ങൾ ആൺകുട്ടികളുണ്ടെങ്കിൽ ഒന്ന് വന്നോ. പച്ചക്കള്ളം സാധാരണ പറയുന്ന നമ്മളെ വണ്ണയുള്ള മൗലവിയിലെ അയാളെയും കൂട്ടിക്കോ. അതുപോലെ തന്നെ ഒരു വായക്കാടാണ് എല്ലാരെയും പറ്റിച്ചത് ഇബ്നു തൈമിയാണ്. ഇതിലെന്തായാലും പറഞ്ഞ് എല്ലാ കക്ഷികളെയും ഇയാളെയും ഇയാൾ ഇബ്നു തൈമിയുടെ കിതാബ് നോക്കിയത് മുതലാ അപകടത്തിലായത്. കാവലില്ലാതെ നോക്കുകയാണ്. ഞമ്മക്കേതും നോക്കാം. കാരണം എന്താ, നമ്മൾ അങ്ങനെ ഒരിക്കലും പൊട്ടാത്ത കൊമ്പല്ലേ പിടിച്ചത്. ഇവർക്ക് നോക്കാൻ കഴിയില്ല, പോയി കുടുങ്ങി. ഇബ്നു തൈമിയാണ് സർവരെയും പറ്റിച്ചത്, പേരോടിനെയും പറ്റിച്ച ആളെന്നെ. നസീർ അസേരിയനെ ഒരുത്തുണ്ടല്ലോ, ഓൻ ഒന്ന് പറഞ്ഞിന് കുറേ റെഡിയായിട്ടുണ്ട്, ഒന്നുകൂടി എന്നാ റെഡിയായി. അതിന് മുമ്പ് ഇയാൾ റെഡിയായി പോയിട്ടുണ്ട്, അതൊക്കെ അറിയാഞ്ഞിട്ടാണ്. അപ്പം എന്താ പറഞ്ഞ, എല്ലാരെയും പറ്റിച്ചത് ഇബ്നു തൈമിയാണ്. ഇപ്പൊ പറയുന്നതോ അയാളെ കുറിച്ചൊന്നും പറയണ്ട, അള്ളിയും അയാളും തമ്മിലായിക്കോട്ടെ. നമ്മൾ അയാളെ കൈപ്പടിയൊന്നും കണ്ടിട്ടില്ലല്ലോ, അയാളെങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലോ. അയാൾ പറഞ്ഞിട്ടില്ല, ഉണ്ട് എന്നൊക്കെ പണ്ട് നിങ്ങൾ തീരുമാനാക്കി കൊടുത്തതാ. വെച്ചെടുക്ക് ഉമർ തങ്ങളെ കുറിച്ചും അലിയാരെ കുറിച്ചൊക്കെ മിസ്റ്റർ ഇബ്നു തൈമിയ പറഞ്ഞ വാചകം കൊണ്ട് അഖ്താഉ ഇബ്നു തൈമിയ. നിങ്ങൾ ഒരു കിതാബ് തന്നെ കണ്ടില്ലേ, ഇബ്നു തൈമിയുടെ പിഴവുകൾ ഫീ ഹഖ്ഖി റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിഷയത്തിൽ വഅഹ്ലി ബൈത്തിഹി 500 പേജുകളുണ്ട് ഇതിന്. ഇബ്നു തൈമിയുടെ പഴച്ചവാദങ്ങൾ വിശദീകരിച്ച് അയാളെ കിതാബിൽ നിന്ന് എടുത്തെഴുതിയ ഗ്രന്ഥങ്ങൾ എത്രയാണ്. അത്രയും കൂടുതൽ പച്ചയായ അബദ്ധങ്ങൾ വിളമ്പി അയാളെ ഒന്നും പറയാതെ നമുക്ക് വിടാന്ന് മാത്രമല്ല, തൗബ ചെയ്ത് നന്നായി ഇനി പറയാൻ പോണ്ട്. അപ്പൊ സ്വാലിയായി അയാളെന്ന് ജീവിച്ചിരിക്കുകയാണെങ്കിൽ സിറാജുലുദന്റെ പ്രസിഡന്റ് ഇബ്നു തൈമിയയും സെക്രട്ടറി ആധുനിക ഇബ്നു തൈമിയയും ആകുമായിരുന്നു. അവിടെ അല്ലേ പള്ളേ. പഴയ വാദന ഒന്നുകൂടി കേൾക്കാൻ നമുക്ക് വരട്ടെ. എന്താ പറഞ്ഞത്? ഇബ്നു തൈമിയ വലിയ പണ്ഡിതനാണ്, വലിയ കഴിവുള്ള ആളാണ്, വലിയ വിവരമുള്ള ആളാണ്. ഇങ്ങനൊക്കെ അയാൾ അനുയായികൾ അയാളെ കൂടുതൽ പുകഴ്ത്തി പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ അയാളെ മനസ്സിൽ തോന്നി ഞാൻ തരക്കേടില്ല. അയാളെ മനസ്സിൽ തോന്നി ഞാൻ തരക്കേടില്ല. അയാൾക്ക് തോന്നി ഞാനൊരു മുജ്തഹിദാണ്, ഞാനൊരു ഗവേഷണക്കാരനായ പണ്ഡിതനാണ്. അയാൾക്ക് സ്വന്തം തോന്നി. അപ്പൊ അയാൾ ചെറിയ ചെറിയ പണ്ഡിതന്മാരെ എതിർക്കാൻ തുടങ്ങി. വലിയ പണ്ഡിതന്മാരെ എതിർക്കാൻ തുടങ്ങി. പണ്ട് കാലത്ത് കഴിഞ്ഞു പോയ സഹാബത്തിന്റെ കാലത്തുള്ള പണ്ഡിതന്മാരെ എതിർക്കാൻ തുടങ്ങി. ഇപ്പോഴുള്ള പണ്ഡിതന്മാരെ അയാൾ എതിർക്കാൻ തുടങ്ങി. പറഞ്ഞയാൾ ഉമർ ഇബ്നുൽ ഖത്താബിനെ എതിർക്കാൻ തുടങ്ങി. മൗലവി കണ്ടോളെ, ഞാൻ അപ്പുറം വായിക്കാം. ഇബ്നു തൈമിയയുടെ ബഹുമാനോ ഇതിന്റെ മേലെ ഉണ്ടായില്ല, വായിക്കട്ടെ, മേലെ വായിക്കുന്നത്. അങ്ങനെ പറഞ്ഞു അദ്ദേഹം ഉമർ ഇബ്നുൽ ഖത്താബിനെയും പറഞ്ഞു. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബിനെ അബദ്ധം പറ്റി അയാൾ വാദിച്ചു. അന്ന് സംശയമില്ല കേട്ടോ. ഇപ്പൊ മൂപ്പർക്ക് അതൊക്കെ കിട്ടണമെങ്കിൽ ഇബ്നു തൈമിയ കയ്യെഴുതിയ കോപ്പി കിട്ടണം. നേരെ കയ്യെഴുത്ത് കോപ്പി തന്നെ കിട്ടണം എന്നാ. എന്താ പറഞ്ഞേ? ഇബ്നു തൈമിയയുടെ അനുയായികൾ അയാളെക്കുറിച്ച് വലിയ വലിയ വർത്തമാനങ്ങൾ പറഞ്ഞു. അപ്പൊ അയാൾക്ക് തോന്നി ഞാൻ തരക്കേടില്ല. ഏതുപോലെ ഇച്ചങ്ങായി പെട്ട പോലെ ഇയാളെ അനുയായികൾ വെറുതെ പലതും പറഞ്ഞു. ഇയാൾ മാത്രമാണ് ഇവിടെ സുന്നി പറഞ്ഞ്, ഇയാൾ അശ്അരിയാണ്, അശ്അരിയു സമാനാണ്, പലേതാണ്, അതാണ് ഇതാണ്, മാങ്ങയാണ് തേങ്ങയെന്നൊക്കെ പറഞ്ഞ് വലുതാക്കി. അപ്പൊ ഇയാൾക്ക് തോന്നി ഞാൻ അത്യാവശ്യം തിരക്കടില്ല, ഞാനല്ലേ അതിന് മറുപടി പറഞ്ഞത്, കക്കാട് വന്നു ഞാനല്ലേ പറഞ്ഞത്, അവർ വന്നു ഞാനല്ലേ പ്രതികരിച്ച്,
ഇവല് വന്നു, ഞാനല്ലേ പോയത്. കുരുവട്ടൂര് മാത്രം പറയാൻ ധൈര്യമല്ല. അത് പറയണമെങ്കിൽ ഒരു 10,000 കോടി ജനിക്കണം, എന്നാലും കഴിയില്ല. ഹക്ക് ഹക്കാണ്, ബാത്തിൽ ബാത്തിലാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ഇയാൾക്ക് ഇങ്ങനെ തോന്നി, ഓ ഞാൻ അത്യാവശ്യം തിരക്കടില്ല, ഞാനാണ് മുസാവറയിൽ 1-ാം സ്ഥാനത്ത്, ഞാനാണ് ഈ കാലഘട്ടത്തിൻ്റെ കുത്തുബ്, ഇതൊക്കെ തോന്നിയാണ്. ഇതൊക്കെ മൂപ്പരെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അങ്ങനെ മൂപ്പര് എഴുത്തിറാതെ ചെയ്യാൻ തുടങ്ങി. വലിയ വലിയ മശായിഖന്മാരെ ഇപ്പൊ പുകഞ്ഞ് നടക്കുക. ഞാൻ വലിയ ആളാന്ന് വിചാരിച്ച അഹങ്കാരമൊന്നും ഇപ്പൊ കാണാനില്ല. അപ്പൊ അങ്ങനെ ആ ഇബ്നു തൈമിയ്യക്കൻ തട്ടിയ അതേ അബദ്ധം അയാൾക്കും തട്ടിയത് കഴിഞ്ഞിട്ടില്ല. ഒന്നുകൂടി അയാൾ പറയട്ടെ. ഈ പറയുമ്പോഴൊന്നും ഒരു സംശയവും കേട്ടോ. ഇബ്നു തൈമിയ്യ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ എതിർത്തു എന്ന് ഇബ്നു ഹജർ അസ്ഖലാനി അദ്ദുററുൽ കാമിനയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ അയാൾ പറയുന്നത് ദുററുൽ കാമിനയിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഞമ്മക്കൊരു ഉറപ്പില്ലല്ലോ എന്നാണ്. ഒരു ഉറപ്പ് കിട്ടിയിട്ടില്ല എന്നാണ്. ആ ഉറപ്പ് കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന ഭാഗമുണ്ട്, അതൊന്ന് കാണിച്ചു കൊടുക്ക്. പോയടത്തിൽ നഷ്ടമായിരിക്കും എന്ന് പറഞ്ഞു. പലപ്പോഴും ഖിലാഫത്ത് കിട്ടാൻ വേണ്ടി ശ്രമിച്ച ഒരാളാണ്, അധികാരം കിട്ടാൻ ശ്രമിച്ച ആളാണെന്ന് പറഞ്ഞു. ഇത് പുതിയ അഭിമുഖം. ഇതിൽ പറയുന്നത് ഇയാൾ വാഴക്കാട്ടൊക്കെ പറഞ്ഞ സംഗതി വായിക്കുകയാണ്. അതായത് അലിയാർ തങ്ങളെക്കുറിച്ച് ആരോപണമുണ്ട് ഇബ്നു തൈമിയ്യക്ക്. അലിയാർ തങ്ങൾ അധികാരത്തിന് വേണ്ടി കളിച്ച ആളാണെന്നൊക്കെ കിതാബെന്ന് വായിക്കാം. എന്നിട്ട് ആൾ ലാസ്റ്റ് കൂട്ടിക്കൊടുക്കാണ്. ആളെങ്ങനെ വാദിച്ചിട്ടുണ്ടോ അല്ലേ നമുക്കറിയില്ലല്ലോ, നമ്മളിത് കണ്ടിട്ടില്ലല്ലോ, നമ്മളിത് അറിയില്ലല്ലോ. പിന്നെ എങ്ങനെയായി അറിയലിനി? കിതാബിൽ പറയല്ലാതെ. കിതാബില്ല എനിക്കുള്ളൂ, മശായിഖ് നമുക്കല്ലേ ഉള്ളൂ, അത് പാടില്ലല്ലോ. ആ വായിക്കട്ടെ, പുതിയതാ, വായിച്ചോളൂ. പുതിയ നഷ്ടമായിരിക്കും എന്ന് പറഞ്ഞു. പലപ്പോഴും ഖിലാഫത്ത് കിട്ടാൻ വേണ്ടി ശ്രമിച്ച ഒരാളാണ്, അധികാരം കിട്ടാൻ ശ്രമിച്ച ആളാണെന്ന് പറഞ്ഞു. ഫലം ഞാനല്ല, എന്നിട്ട് കിട്ടാഞ്ഞിട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ നേതൃത്വം കിട്ടാനായിരുന്നു അലി ഇബ്നു അബീ ത്വാലിബ് യുദ്ധം ചെയ്തല്ലാതെ പരിശുദ്ധ ദീനിനു വേണ്ടിയല്ല എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ ഇല്ല നമുക്കറിയില്ല അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ ഇല്ലോ. അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് എന്ന് ഇബ്നു ഹജർ അസ്ഖലാനി പറയാണ്. വലി ഖൗലിഹി ഇന്നഹു കാന വഇന്ന ഉസ്മാൻ കാന യുഹിബ്ബുൽ മാല. ഈ ഉസ്മാൻ ബിൻ അഫ്ഫാൻ പണത്തോട് വലിയ കൊതിയായിരുന്നു മൂപ്പര് പറഞ്ഞു. വലി ഖൗലി അബൂബക്കർ അസ്ലമ ശൈഖൻ യദിരി മാ യഖൂലു. അതെ അബൂബക്കർ റളിയല്ലാഹു അൻഹു വയസ്സായ സമയത്ത് ഇസ്ലാമിൽ വന്നതാ, അതുകൊണ്ട് യദിരിമായ ഖൂൽ എന്താ പറയുന്നതെന്നൊക്കെ തിരിപാടുണ്ടായിരുന്നു. അലിയുൻ അസ്ലമ സബിയൻ, അലി റളിയല്ലാഹു അൻഹു കുട്ടിക്കാലത്ത് ഇസ്ലാമിൽ വന്ന വസ്സബിയുൽ ആയസു ഇസ്ലാമുഹു അലാ ഖൗലിൻ. കുട്ടികളാകുമ്പോൾ ഇസ്ലാമിൽ വന്നാൽ ഒരു കൗലനുസരിച്ച് ഇസ്ലാം വന്നതന്നെ ശരിയാവില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞു എന്ന് ഇബ്നു അസ്ഖലാനി റളിയല്ലാഹു അൻഹു ദുറുൽ കാമിനെ പറയാണ്. അപ്പോൾ നമ്മൾ അതിന് തീരുമാനം എടുക്കേണ്ട കക്ഷിയിൽ നമ്മളല്ലല്ലോ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ പഠിപ്പിച്ചതിനെതിരെ. അപ്പൊ ഇയാൾക്ക് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ കണ്ടില്ലല്ലോ, നമ്മളെങ്ങനെ പോയി ഉറപ്പിക്കുക? അങ്ങനെ അദ്ദുറുൽ കാമിനയിൽ ഉണ്ട് എന്നല്ലാതെ ആര് പറഞ്ഞു ഇപ്പം നമ്മളോടൊക്കെ ഉണ്ട് എന്ന്? ഇനി പുതിയ പേരോടിന് പഴയ പേരോടിൻ്റെ മറുപടിയാണ് വരാൻ പോണത്. സ്വന്തം പ്രസംഗത്തിന് സ്വന്തം മറുപടി എന്നൊക്കെ പറയില്ല പോലെ. അതിൽ ഏറ്റവും വലിയ അവാർഡ് കൊടുക്കേണ്ടത് ഇയാൾക്കാണ്. ഇയാളെന്ന് വാഴക്കാട് വെച്ച്, അതേപോലെ പല സ്ഥലത്തും, വാഴക്കാട് മാത്രമൊന്നുമല്ല, ഞാൻ ഇബ്നു തൈമിയ്യയെക്കുറിച്ച് ഇയാൾ പറഞ്ഞ സീഡികൾ യൂട്യൂബിലൊന്ന് ചെക്ക് ചെയ്തപ്പോൾ ചിലതൊക്കെ പിൻവലിച്ചിട്ടുണ്ട്, നമുക്ക് കിട്ടും വിചാരിച്ച്. അതൊക്കെ നമ്മൾ ആദ്യം ഡൗൺലോഡ് ചെയ്ത് പോയതാ. പിന്നെ ഈ രൂപത്തിലുള്ള ഇയാളെ സംസാരം 100-ലേറെ ഇന്നും നിലനിൽക്കുന്ന നിങ്ങളുടെ ചാനലുകളിൽ അതിൻ്റെ ക്ലിപ്പുണ്ട്. അയാളെക്കുറിച്ച് ഉറപ്പിച്ചു പറയുന്ന ഭാഗങ്ങൾ. ഇപ്പം നിങ്ങൾക്ക് അത് ഉറപ്പില്ലല്ലേ? അയാളായിക്കോട്ടെ, വിടൂലങ്ങൾ. ഞങ്ങളെ തീരുമാനം ഇബ്നു ഹജർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിവിടെ നടപ്പിലാക്കും. യുഅ്തഖദു ഫീഹി അന്നഹു ളാല്ലുൻ മുദില്ലുൻ മുബ്തദിഉൻ ജാഹിലുൻ ഗബിയുൻ. വിധി പറയണ്ട. എവിടുന്നാ നീച്ചു വരുന്നത്? ആ പഴയ പ്രസംഗം വരട്ടെ നീ. പറഞ്ഞു 17 കാര്യത്തിൽ അബദ്ധം പറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് പരിശുദ്ധ ഖുർആനിനെതിരെ അലി ഇബ്നു അബീ ത്വാലിബ് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പറഞ്ഞതിൽ ഒരു മസ്അലയായി എന്ന് പറഞ്ഞ ഒരു മസ്അല പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഹംബലി മദ്ഹബിന് പക്ഷപാതം പിടിച്ച് പറയാറുണ്ട് എന്ന് മാത്രമല്ല
റളിയല്ലാഹു അൻഹുവിനെ തുടർന്ന് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ മുഴുവൻ ഇബ്നു തൈമിയ ആക്ഷേപിച്ചു. ഹത്താ അന്നഹു സബ്ബൽ ഗസ്സാലിയ, ഇമാം ഗസ്സാലിയെ ഇബ്നു തൈമിയ ചീത്ത പറഞ്ഞു. കേട്ടോ, ഇമാം ഗസ്സാലിയെ ഇബ്നു തൈമിയ ചീത്ത പറഞ്ഞു. ഫഖാമ അലൈഹി ഖൗമുൻ കാദൂ യഖ്തുലൂനഹു. ഗസ്സാലി ഇമാമിനെ ചീത്ത പറഞ്ഞാൽ ജനങ്ങൾ വിടുവോ? ഉടനെ തന്നെ അയാളെ എതിർത്ത് കൊല്ലാൻ വേണ്ടി ജനങ്ങളൊക്കെ എഴുന്നേറ്റു. ഗസ്സാലി ഇമാമിനെ ചീത്ത പറഞ്ഞപ്പോ ഗസ്സാലി ഇമാമിനെ ബഹുമാനിക്കുന്ന മുസ്ലിം ജനങ്ങൾ ഇബ്നു തൈമിയയിലേക്ക് കൊല്ലാൻ വേണ്ടി എഴുന്നേറ്റു. കേട്ടോ, ഇതൊക്കെ കിതാബ് ഒന്ന് വായിക്കുക. ഗസ്സാലി ഇമാമിനെ ചീത്ത പറഞ്ഞു, അയാളെ എഴുതി വെച്ചതാ. ഇമാം അബൂ ഹനീഫ തങ്ങൾ മുശ്രിക്കാണെന്ന് പറഞ്ഞു. അലിയാരി ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളിൽ തന്നെ എതിർത്താക്ക് പിന്നെ എന്തായാലും ആരെ പറയാ? ഗസ്സാലി ഇമാമിനെ പറയാ, അബൂ ഹനീഫ ഇമാമിനെ പറയാ. അക്കാലത്ത് അഖ്താബീങ്ങളിൽ ഏറ്റവും പ്രധാന ഇതൊക്കെ തുടങ്ങിയത് എവിടുന്ന അറിയോ? ഇപ്പൊ ഇയാളെ അതപ്പതിനെ എഴുതാ തുടങ്ങി, മടവൂര് ശൈഖുനെ പറഞ്ഞു തുടങ്ങിയതാണ്. ഇതുപോലെ തുടക്കം അബുൽ ഹസൻ ഉസ്താദുലി തങ്ങളായിരുന്നു. അവിടുന്ന് അങ്ങോട്ട് തുടങ്ങിയിട്ട് പിന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ വരെ, എന്തിന് റസൂലുള്ളാഹിനെ വരെ ഇത്തിറാദ് ചെയ്തു പോയി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിട്ടില്ല. ഇപ്പൊ അതൊന്നും ആർക്കും ഉറപ്പില്ല. അത്രേ അതുണ്ടെങ്കിലോ ആരെങ്കിലും വെറുതെ എഴുതി വെച്ചതാണെങ്കിലോ നമ്മൾ മുമ്പരെ കുറിച്ചൊന്നും പറയണ്ട. ആ ജാതി തട്ടിപ്പൊന്നും സാവിയത്ത് സൂഫിയയുടെ ആളുകൾ ഉള്ള കാലത്ത് നടക്കൂല പേരോടെ. ഒന്നുകൂടി അയാൾ പറയട്ടെ, പഴയ ഒരു പ്രസംഗം കൂടി. സ്വന്തം പ്രസംഗത്തിന് മറുപടി പറയല്ലേ, പറയട്ടെ ഒന്നുകൂടി. ഈ ഔലിയാക്കളെ മുഴുവനും മുശ്രിക്കീങ്ങളും കാഫിരീങ്ങളുമാക്കി പരസ്യമായി തോന്നിവാസം എഴുതി വെച്ചില്ലേ? ഇമാം അബൂ ഹനീഫയെ തോന്നിവാസം പറഞ്ഞില്ലേ? ഇമാം അസ്അരിയെ തോന്നിവാസം പറഞ്ഞില്ലേ? ഇമാം അബുൽ മഅലി ഇമാമുൽ ഹറമൈനിയെ തോന്നിവാസം പറഞ്ഞില്ലേ? പച്ചക്കള്ളത്തരം എല്ലാ ഇമാമിങ്ങളുടെ പേരിലും ഇബ്നു തൈമിയ എഴുതിയിട്ടില്ലേ? ഇബ്നു തൈമിയ എഴുതിയ കള്ളത്തരങ്ങൾ ഇപ്പൊ ഞാനിവിടെ പറയണ നേരം പെടുത്താ തീരോ? ഇമാം നവവിയെ കുറിച്ച് പച്ചക്കള്ളം എഴുതിയിട്ടില്ലേ ഇബ്നു തൈമിയ? ഇബ്നു സലാഹിനെ പറ്റി കള്ളത്തരം എഴുതിയിട്ടില്ലേ ഇബ്നു തൈമിയ? ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ടോ? നിങ്ങളെ കൂട്ടത്തിൽ ആൺകുട്ടികളുണ്ടോ? കിതാബ് പരിശോധിക്കാൻ. ഒരൊറ്റ ആൺകുട്ടി നിങ്ങളുടെ കൂട്ടത്തിൽ ജനിച്ചില്ലേ? നിങ്ങൾക്കൊന്ന് എന്റെ മുന്നിലിരുന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ, റൂമിന്റെ താക്കോല് നിങ്ങളെടുത്ത് തരാം. എന്താ മൗലവി നിന്റെ ഭീഷണി? നീ പറയുന്നത് കേട്ടല്ലോ എന്നോട്. ഈ മുസ്ലിയാര നാവ് കൊണ്ട് പെരുത്ത് കാലത് പറയൂല. എന്താ നീ എനിക്ക് സിഹർ ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടോ? അള്ളാഹുവിന്റെ അമ്പിയാക്കളും ഔലിയാക്കളും മലായിക്കത്തിന്റെ സഹായമുള്ള കാലത്ത് നിങ്ങളെ എല്ലാ ശൈത്താൻ കൂടിയ ഇബ്നു തൈമിയയും പുറത്താണോ? നിന്റെ ഒരൊറ്റ പഴയ കാലത്ത് നമ്മള് യൗസിനിൽ പഠിക്കുമ്പോ ബൈക്കുമേൽ കയറി മഴ കൊണ്ട് കേട്ട പ്രസംഗ അയാൾ വെല്ലുവിളിക്കണ, നിങ്ങൾ കിതാബ് എടുത്തു വാ, ആൺകുട്ടികളുണ്ടോ? പറഞ്ഞ ആളിപ്പോ എന്തായി? പൂച്ചക്കുട്ടിയായി പോയി. ഞങ്ങൾ ഇന്ന് തിരിച്ചു ചോദിക്കുകയാണ്, അബ്ദുറഹ്മാൻ മൗലവി, ഇബ്നു തൈമിയയുടെ പിഴച്ചവാദങ്ങൾ നമ്പറിട്ട് ഞങ്ങൾ പറഞ്ഞുതരാ. 60 70 ഒന്നുമല്ല. എതിർക്കാൻ ബാക്കി ഇനി അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ബാപ്പയായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ എന്നെ ചോദ്യം ചെയ്തിട്ടുണ്ട്. പിന്നെ മകനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളെ അയാൾ ഫത്താവിയിൽ ഒരു സ്ഥലത്ത് ചോദിക്കുന്നുണ്ട്, എന്താ ഈ അബ്ദുല്ലാഹി ഇബ്നു ഉമറിന് റളിയല്ലാഹു അൻഹു മൂപ്പരെ പണി എന്തായിരുന്നു? ഒരു യാത്രയിൽ ഇങ്ങനെ പോകുമ്പോൾ അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ഥലത്തിരുന്നാൽ മൂപ്പര് അവിടെ നിന്നിരിക്കും. അവിടെ ഇറങ്ങി അവിടെ നിന്നിരിക്കും. അവിടെ വെള്ളം കുടിച്ചാൽ ഒന്ന് വെള്ളം കുടിക്കും. അത്ര ഇഷ്ടമാണ്. ഇയാൾ പറയാം, ഇതെന്ത് പണിയാണ്? ബിദ്അത്തല്ലേ ഇതൊക്കെ? ഇതൊക്കെ ഏടുന്ന് കിട്ടിയതാണെന്ന് സ്വഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു ഉമറിനോട് റളിയല്ലാഹു അൻഹു. എന്നിട്ട് അതെല്ലാം പറഞ്ഞ ഇബ്നു തൈമിയ ഇയാൾക്ക് ഇപ്പൊ ഉറപ്പില്ലത്രേ. ഉറപ്പില്ലാന്ന് പറഞ്ഞ് ഉറപ്പ് തരുന്ന ആളുകൾ മശായിഖാണ്. മശായിഖ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഉറപ്പുണ്ടാവില്ല എന്ന് മനസ്സിലായില്ലേ? ലോകം പഠിക്കട്ടെ ഇയാളെ. എന്നിട്ട് ഇയാൾ പറഞ്ഞു എവിടെ എത്തിയെന്നറിയോ? ലാസ്റ്റ് ആ അഭിമുഖത്തിൽ ചോദ്യകർത്താവായ നഈമി, താങ്കളെയും ഞങ്ങൾ വിടാൻ പോകുന്നില്ല, ഉളുപ്പില്ലാതെ ഇരിക്കണില്ല, അവിടെ ഒന്നാണ് കൊടുക്കണ്ട. അപ്പോ അതിനല്ലേ അവിടെ ഇരുന്ന്, എന്താണ് നിങ്ങൾ ഈ പറയുന്നത് എന്ന് ചോദിക്കണ്ടേ? ദുററുൽ കാമിനെ വായിക്കാട്ടോ. ഇനി അടുത്ത് തൗബ ചെയ്തു ആര്? ഇബ്നു തൈമിയ. അപ്പൊ എന്ത് പറഞ്ഞു വെച്ച് മൊത്തത്തിൽ പറഞ്ഞു. പല കിതാബിലും ഇബ്നു തൈമിയ പറഞ്ഞു, ഈ പറഞ്ഞു അങ്ങനെയൊക്കെ ഉണ്ട്. അതൊന്നും നമ്മൾ ഇബ്നു തൈമിയയുടെ കൈപ്പടയിൽ കണ്ടിട്ടില്ല. ഉണ്ടോ ഇല്ലേ നമുക്കറിയില്ല. ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും നമുക്കെന്താ, നമ്മൾ അഭിപ്രായം പറയാനൊന്നും പോണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറയണെന്താ,
പിന്നെ ദുററുൽ കാമിനയിലുണ്ട് ഇബ്നു തൈമിയ തൗബ ചെയ്തിട്ടുണ്ട്. ജയിലിലാക്കിയ ഇബ്നു തൈമിയെ കൊണ്ടുവന്നു പുറത്തേക്ക്. ആ ഇബ്നു തൈമിയ ജയിലിന്റെ പുറത്ത് വെച്ച് ആളുകൾക്കിടയിൽ വെച്ച് പറഞ്ഞു, ഞാൻ അള്ളാഹിനെ കുറിച്ചു പറഞ്ഞ തെറ്റായ വാദങ്ങളിൽ നിന്ന് ഞാൻ മടങ്ങുകയാണ്. ഞാൻ അശ്അരി മദ്ഹബുകാരനാണ് എന്ന് ഇബ്നു തൈമിയ പറഞ്ഞു. അത് ഇയാൾ പറയുന്നത് അത് കൈപ്പടിയിൽ എഴുതി കൊടുത്തതാണ്. മനസ്സിലാക്കണം നിങ്ങൾ, അത് നേരെ ഇബ്നു തൈമിയ എഴുതി കൊടുത്തതാണ്. തൗബ ചെയ്തു എന്നുള്ളത് ഉറപ്പ്. അവിടെ എടുത്തെടുത്ത് പറഞ്ഞൊരു വാചകമുണ്ട്, എന്താ അറിയോ? മുഖ്താറൻ. ഇബ്നു തൈമിയ തൗബ ചെയ്തു എന്ന് പറഞ്ഞത് സ്വയം ഇഷ്ടപ്രകാരം. നിങ്ങൾക്ക് ഓർമ്മയില്ലേ പണ്ട് കുത്തുഫുല്ലാലം പിൻവലിക്കുമ്പോൾ മജീദോലേര് പറഞ്ഞൊരു വാക്കില്ലേ? മജീദോലേര് ലാസ്റ്റ് പറയുന്നുണ്ടല്ലോ, ആ കിതാബ് ഞാൻ പിൻവലിച്ചിരിക്കുന്നു, ഇത് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ പറയുന്നതാണ്, ആരും എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതല്ല. അച്ഛൻ പത്തായത്തിലും കൂടി ഇല്ലാറിനായിരിണ്ട്. എല്ലാവർക്കും കേൾക്കുമ്പോൾ ഇതുപോലെ അയാൾ ആവർത്തിച്ച് പറയുന്നുണ്ട്, അത് സ്വയം ഇഷ്ടപ്രകാരമാണ്. അതെന്തിനാ പറഞ്ഞറിയോ? ഇയാൾ പണ്ട് വാഴക്കാടടക്കം പറഞ്ഞിട്ടുണ്ട്, ഇബ്നു തൈമിയ ചെയ്ത ആ തൗബ അയാൾ കുടുങ്ങിയപ്പോൾ പറഞ്ഞതാണ് എന്നാണ് ഇമാമിങ്ങളെ പക്ഷം എന്ന് നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ അയാൾക്കെന്നെ അയാൾ മറുപടി പറയാണ്, ഇത് സ്വയം ഇഷ്ടപ്രകാരമാണ്, പ്രത്യേകം മനസ്സിലാക്കണം. അപ്പോൾ ഏതായാലും ആ ദുററുൽ കാമിന വായിക്കുന്നതിന്റെ ആദ്യ ഭാഗം ഒന്ന് ആദ്യം വെക്ക്. ഇബ്നു ഹജർ അസ്കലാനി റളിയല്ലാഹു അൻഹുവിന് ദുററുൽ കാമിന എന്ന് പറയുന്ന ഒരു കിതാബുണ്ട്. ഇതിൽ പലരുടെയും ചരിത്രങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ 144 പേജ് മുതൽക്ക് കുറേ പേജുകൾ ഒരു വലിയ പണ്ഡിതനായ ഇബ്നു തൈമിയെ സംബന്ധിച്ച് എഴുതിയിട്ടുള്ളതാണ്. ഇബ്നു തൈമിയ വലിയ പണ്ഡിതനാണ് എന്നതിൽ ആർക്കും തർക്കം ഇല്ല. അതേസമയം അദ്ദേഹം പറഞ്ഞ ആശയങ്ങളിൽ തെറ്റുണ്ടെന്ന് ഇമാം സുബ്കി, അതുപോലെ ഇമാം തഖിയുദ്ദീൻ അൽ ഹിസ്നി, ഇബ്നു ജമാഅ, അതുപോലെ ഇബ്നു ഹജർ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഇമാമിങ്ങൾ അദ്ദേഹം പറഞ്ഞ ചില ആശയങ്ങളിൽ തെറ്റുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പ്രശ്നമല്ലേ ശരിക്കും മനസ്സിലാക്കണം. അതായത് ഇബ്നു തൈമിയ, അയാളെ വാക്ക് ഞാൻ പറയാണ്, ഇബ്നു തൈമിയ വലിയ പണ്ഡിതനാണ്, അതിലാർക്കും തർക്കമില്ല. പിന്നെ അയാൾക്കുള്ളൊരു പ്രശ്നം എന്താ? ചില ആദർശ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ചില ഇമാമിയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇമാമിയങ്ങൾ എണ്ണി ഹിസ്നി ഇമാം പറഞ്ഞിട്ടുണ്ട്, ഇസ്ബുന് ജമാഅ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സുബ്കി ഇമാം പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ എണ്ണീറ്റ് പിന്നെന്താ പറയാൻ വേണം അറിയോ? എന്നാൽ ഇബ്നു തൈമിയെ ജയിലിൽ നിന്ന് കൊണ്ടുവന്ന് അയാൾ തന്നെ സ്വന്തം കൈപ്പടയിൽ എഴുതി കൊടുത്തു, ഞാൻ ഇതിൽ നിന്നെല്ലാം മാറിയിട്ടുണ്ട്. അത് പറയാനാ അതൊക്കെ പറഞ്ഞു കൊണ്ടുവരുന്നു. ഇങ്ങനൊക്കെ വ്യതിയാനങ്ങളുടെ പലതും ഉണ്ട്, അതൊന്നും നമുക്ക് ഉറപ്പില്ല. ഉറപ്പുള്ളത് ഇബ്നു തൈമിയ എഴുതി കൊടുത്തതാണെന്നാണ്. ഇനി നമ്മൾ തൗബയിലേക്ക് കിടക്കുകയാണ്. മറ്റേ സക്കരിയ പറഞ്ഞ പോലെ തൗബയിലും ചതി എന്ന് പറഞ്ഞില്ലേ, ഈ പെട്ടതാണ്. അനസും ടീമൊക്കെ പോയി വേറെ സ്ഥലത്ത് തൗബ ചെയ്ത്, അപ്പോൾ സക്കരിയ പറഞ്ഞു ആ തൗബയിലും ചതിയുണ്ട്, പിന്നെ എങ്ങനെ സ്വീകരിക്കണം ആ ചങ്ങായിമാരെ? ആ ചതിക്ക് വേറെ തൗബ ചെയ്യണമെന്ന്. ഇതുപോലത്തെ തൗബയായിപ്പോയി ഇബ്നു തൈമിയന്റെ തൗബ. ഞാൻ വഹാബികൾ തന്നെ ഇതിന് മറുപടി പറയുന്നുണ്ട്, ഞാൻ പിന്നീട് വെച്ച് തരും. അതാണ് ഒന്നൊക്കെ പറയട്ടെ. അയാൾ വായിക്കുന്നത് നമുക്കൊന്ന് ശരിക്ക് വിലയിരുത്താം. അയാൾ പറയട്ടെ. وكتبه أحمد بن تيمية ثم أشهدوا عليه أنه تاب مما ينافي ذلك مختارا. അങ്ങനെ നേരത്തെ അതിനെതിരായിട്ട് അദ്ദേഹം ചിലപ്പോൾ പറഞ്ഞു പോയതോ എഴുതിപ്പോയതോ ഉണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം അദ്ദേഹം തൗബ ചെയ്തു എന്നതിന് അവർ സാക്ഷികളെയും നിർത്തി. മുഖ്താറൻ, ആരും നിർബന്ധിച്ചിട്ടൊന്നല്ല, യഥേഷ്ടം തന്നെ. അങ്ങനെ 707 കൊല്ലത്തിലാണത്. അങ്ങനെ വസഹിദ അലൈഹി ബിദാലിക ജമ്മുൻ മിനൽ ഉലമാഇ വഗൈരിഹിം, ധാരാളം പണ്ഡിതന്മാരും ഒരുപാട് ആളുകളും അതിനവിടെ സാക്ഷി നിന്നു. വസകനൽ ഹാൽ, അങ്ങനെ അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള വിവാദവും പ്രശ്നവും അദ്ദേഹത്തെ ജയിലടക്കിയ പ്രശ്നവും ഒക്കെ അതോടുകൂടി അടങ്ങുകയും ചെയ്തു. വൗഫുരിജ അൻഹു, അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രശ്നമൊക്കെ അദ്ദേഹത്തിനും പരിഹരിക്കപ്പെട്ടു. വസകനൽ ഖാഹിറ, അദ്ദേഹം കൈറോവിൽ പിന്നെ താമസിക്കുകയും ചെയ്തു. ഇതിപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈപ്പടയിൽ അദ്ദേഹം എഴുതി ഒപ്പിട്ടു കൊടുത്താണ്.
ആ കഴിഞ്ഞില്ല, ബാക്കി പറയുന്നുണ്ട്. അവിടെ പ്രത്യേക പോയിന്റ് കൈപ്പടയിൽ എഴുതി കൊടുത്താണ് ഇപ്പോൾ തൗബ ചെയ്തു എന്നുള്ളത്. മറ്റൊന്നും ഉറപ്പില്ല, വേറെ ആരോ എഴുതിയാണ്, അയാളെ ഭാഷയാണ്. എന്നിട്ട് അയാൾ ഇത് രേഖപ്പെടുത്തിയത് ഇബ്നു ഹജറുൽ അസ്കലാനിയാണ് എന്ന് പറഞ്ഞിട്ട് അയാൾ പറയുന്നത് ഇബ്നു ഹജറുൽ അസ്കലാനിയാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇബ്നു ഹജറുൽ ഹൈതമി ആണെങ്കിൽ ചിലപ്പോൾ ചില വിഷയത്തിലൊക്കെ കള്ളത്തരം പറയുന്ന ആളാണ് എന്നൊക്കെ അഭിപ്രായമുണ്ട്. ആർക്ക്? ഇബ്നു ഹജറുൽ ഹൈതമിയെ കുറിച്ച്. അസ്കലാനിയെ കുറിച്ച് അഭിപ്രായമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നും പറയും. ഇത് ഏപ്പിക്കാരാ അത് പറയണെന്നുള്ള മറക്കണ്ടങ്ങൾ. ബല ഏടെത്തി, ആരോടാങ്ങൾ കളിച്ചത്? ആരോടാണോ കളിച്ചത്? കളിച്ചാൽ നിങ്ങളെ വഹാബിയാണ്, പിഴച്ചവരാണ് എന്ന് തെളിയിക്കാതെ നിങ്ങൾ പോവോ? നിങ്ങൾ എന്താ പറയേണ്ടതെന്ന് ഞങ്ങളെ മശായിഖല്ലേ തീരുമാനിക്കണത്. ബാക്കി വെക്ക്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഹാഫിദുൽ ദഹബിയും മറ്റു പണ്ഡിതന്മാരൊക്കെ പറയുന്നുണ്ട് അല്ലാഹനല്ലാതെ വേറെ ആരെയും പേടിക്കൂല. ഒരു മിനിറ്റ്, ഒന്നുകൂടി കേൾക്കേണ്ടിയാണ്. ഹാഫിദുൽ ദഹബി ഇബ്നു തൈമിയെ കുറിച്ച് പറഞ്ഞിട്ടത്രേ അല്ലാഹനല്ലാതെ ആരെയും ഭയപ്പെടൂല. അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ എന്തായാലും മൂപ്പരെ കുറ്റം പറയാൻ പറ്റൂലല്ലോ. ഇബ്നു തൈമിയ അല്ലാഹനല്ലാതെ ഭയപ്പെടൂല എന്ന് ആരാ പറഞ്ഞത്? ദഹബി ആരാ? അയാളെ ശിഷ്യൻ. അയാളെ പറയൂലേ പേരോട് അല്ലാഹനല്ലാതെ ഭയപ്പെടില്ല. ആരാ പറഞ്ഞത്? റഷീദ് കുറ്റിയാടി എന്ന് പറഞ്ഞ അതിന് തന്നെ. എന്നിട്ട് എന്തിനാ ഇവിടെ ഉദ്ധരിച്ച്? അയാൾ ഇയാള് നമ്മൾ വായക്കാട്ടെന്ന് പറഞ്ഞ് കേട്ടില്ലേ? ഇയാൾ ആളുകൾ പുകയ്ത്തി ഇയാൾക്ക് എന്നെ തോന്നിപ്പോയി ഞാൻ വലിയ ആളാണ്, അങ്ങനെ അബദ്ധം വിളിച്ചു പറഞ്ഞു എന്നല്ലേ പറഞ്ഞ്. എന്തിനാ ദഹബിന്റെ കൗൽ ഇവിടെ എടുത്ത് ഉദ്ധരിച്ച്? ദഹബി അങ്ങനെയല്ലേ പറയുള്ളൂ, ഇബ്നു കസീർ അങ്ങനെയല്ലേ പറയൂ. അവരൊക്കെ ശിഷ്യന്മാരാ. അപ്പൊ ദഹബിയുടെ വാക്കിനെ എടുത്തുദ്ധരിക്കാണ്. അത് ശരിയല്ലെന്ന് പറയണില്ല. ഒന്നുകൂടി കൽപ്പിച്ചു കൊടുക്ക്. ഇവൻ എവിടെ എത്തിയ ആളുകൾ പഠിക്കട്ടെ. വെക്ക്. അദ്ദേഹമാണെങ്കിലോ അദ്ദേഹത്തെ സംബന്ധിച്ച് ഹാഫിദുൽ ദഹബിയും മറ്റു പണ്ഡിതന്മാരൊക്കെ പറയുന്നുണ്ട് അല്ലാഹനല്ലാതെ വേറെ ആരെയും പേടിക്കൂല. അപ്പൊ അദ്ദേഹം പിന്നെ എഴുതി ഒപ്പിട്ടിരുന്നില്ല. അപ്പൊ പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പല ഗ്രന്ഥങ്ങളിലും ഇതിന് വിരുദ്ധമായ ആശയം നമ്മൾ ഇപ്പോഴും കാണുന്നുണ്ട്. അത് അദ്ദേഹം ആദ്യം എഴുതി പിന്നെ തൗബ ചെയ്തതോ, അല്ലെങ്കിൽ അദ്ദേഹം പിന്നെയും അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം വീണ്ടും അങ്ങനെ പറഞ്ഞതോ, ഇതൊന്നും നമ്മൾ നോക്കണ്ടില്ല. അല്ല, അള്ളാഹ് നോക്കണ്ടിയല്ലേ? നമുക്ക് അതിൻ്റെ ഡ്യൂട്ടി ഇല്ലല്ലോ. നമ്മളെ ഡ്യൂട്ടി എന്താണ്? അദ്ദേഹം അശ്അരി മദ്ഹബ് അംഗീകരിച്ചതായി എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് കളവ് ഉദ്ധരിക്കുന്ന ആളൊന്നുമല്ല ഇബ്നു ഹജറുൽ അസ്കലാനി റളിയല്ലാഹു അൻഹു. ഇബ്നു ഹജറുൽ അസ്കലാനി അദ്ദേഹത്തെ ഇകഴ്ത്തി താഴ്ത്തണമെന്ന് വിചാരിച്ച് പറയുന്ന ആളുമല്ല. ഇബ്നു ഹജറുൽ ഹൈതമിയെ സംബന്ധിച്ച് ചിലർ അങ്ങനെ എന്തിൻ്റെ ആരോപണം പറയാറുണ്ട്. ഇബ്നു അസ്കലാനിയെ സംബന്ധിച്ച് അങ്ങനെ ആരും ഒരാരോപണം ഇന്ന് വരെ പറഞ്ഞിട്ടില്ല, പറയാൻ വകുപ്പുമില്ല. കാരണം ഇതിൻ്റെ തുടക്കത്തിൽ ഇബ്നു തൈമിയ്യയുടെ പാണ്ഡിത്യത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം വിശദമായി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹമാണിത് പറയുന്നത്. എങ്ങനെയുണ്ട്? ഇബ്നു ഹജറിനെ കുറിച്ച് റളിയല്ലാഹുവിനെ കുറിച്ച് അങ്ങനെയൊക്കെ ചിലർ അഭിപ്രായപ്പെട്ടിട്ട് ആരാണ് അഭിപ്രായപ്പെട്ടാണ്? ഇബ്നു ഹജറുൽ ഹൈതമി കള്ളത്തരം പറയുന്ന ആളാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇബ്നു ഹജറുൽ അസ്കലാനി കള്ളത്തരം പറയൂല എന്ന് ഉറപ്പ്. ഇബ്നു ഹജറുൽ ഹൈതമിയെ കുറിച്ച് അങ്ങനെയൊക്കെ ചിലർ പറഞ്ഞിട്ടുണ്ട്. ആരാ പറഞ്ഞ്? വഹാബി പറഞ്ഞതാണ്. ഇവിടെ ഈ അബ്ദുറഹ്മാൻ സലഫി എന്ന ചങ്ങായിണ്ടെന്ന് വാഴക്കാഴി ആളും വിട്ടു. അയാൾ പറഞ്ഞിരുന്നു അന്ന്, എന്ത് ഹൈതമി പക്ഷപാതിയാണ്, കള്ളത്തരം പറയാണ്. എന്നിട്ട് ആ വാദം ഇവിടെ എടുത്തുകൊണ്ടുവരികയാണ്. തുഹ്ഫത്തുൽ മുഹ്താജ് എഴുതിയ ഇബ്നു ഹജർ കള്ളത്തരം പറയുന്നു എന്ന് ആര് പറഞ്ഞു? വഹാബി പറഞ്ഞോ, ജമാഅത്തേരം പറഞ്ഞു, പഴച്ച കമ്പനിക്കാർ പറഞ്ഞു, മശായിഖിന്റെ വിരോധി പറഞ്ഞു, നീയും പറഞ്ഞു. എന്തിനാ കൗൽ ഇവിടെ എടുത്തുകൊണ്ടുവന്ന്? കളി മനസ്സിലായില്ലേ നിങ്ങൾക്ക്? എവിടേക്കായി പോക്ക്? 4 കാര്യങ്ങൾ അതിൽ അയാൾ പറഞ്ഞു. ഒന്ന്, ഇബ്നു തൈമിയ്യ സ്വയം ഇഷ്ടപ്രകാരം തൗബ ചെയ്തു. അയാൾക്കരെ നമ്മൾ പിടിക്കും. അയാൾ പറഞ്ഞു. പിന്നെ അയാൾ എന്തോ പറഞ്ഞോ നോക്കണ്ട, നോക്കാതിരിക്കാൻ പറ്റുമോ ഇവിടെ? എന്നാണോ തൗബ ചെയ്തത്? ഹിജ്റ 707 എന്നയാൾ മരിച്ചത്. എത്ര കൊല്ലം പിന്നെ ജീവിച്ചു? പഠിപ്പിക്കൂല നിങ്ങളെ? ഹിജ്റ 728 വഫാത്ത്, 7-ലാണിത്. എത്ര കൊല്ലണ്ട് പിന്നെ? ഒന്ന് കൂട്ടി നോക്കിയേ. എന്നിട്ടെന്താ? അപ്പൊ അതാ ഒന്ന് പറഞ്ഞു, സ്വന്തം ഇഷ്ടപ്രകാരം തൗബ ചെയ്തു. 2, അദ്ദേഹം അല്ലാഹനല്ലാതെ ഭയപ്പെടൂല എന്ന് ദഹബി പറഞ്ഞിട്ടുണ്ട്. പച്ചക്കള്ളം ദഹബി പറഞ്ഞല്ലേ അത്.
അയാൾ അള്ളാഹനല്ലാതെ ഭയപ്പെടൂലെങ്കിൽ അയാൾ എന്തിനാ ബിദ്അത്തുകാരനായത്? 3, ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി പക്ഷപാതിയാണെന്നും കള്ളത്തരം പറയുന്ന ആളാണെന്നും ചിലർ പറഞ്ഞിട്ടുണ്ട്. ആരോപണം അസ്കലാനിയിലില്ല. ആരാ ഹൈതമി തങ്ങളെ കുറിച്ച് അങ്ങനെ പറഞ്ഞത്? നിന്നെ പോലെയുള്ള മുബ്തദികൾ, പഴച്ചുപോയവർ, ഹക്കിന്റെ നിങ്ങളെങ്ങനെയാണ് ഇനി തുഴഫോതി കൊടുക്കുക? ഈ കള്ളത്തരം പറയും നിങ്ങൾ ഇവിടെ അതിന് മറുപടി പറഞ്ഞില്ല. ഇബ്നു ഹജറിനെ കുറിച്ച് കള്ളത്തരം പറയുന്നുണ്ട് എന്ന് പോയതാ, അത് ശരിയല്ല എന്ന് കൂടി പറഞ്ഞിട്ടില്ല. ഈ കള്ളത്തരം പറയുന്ന ഇബ്നു ഹജർ നിങ്ങളെ വാദം അനുസരിച്ച് നിങ്ങൾ എങ്ങനെ തുഹ്ഫോതി കൊടുക്കും? എങ്ങനെ അൽ മിൻഹാജ് വായിക്കും? കിതാബുകൾ എത്രയുണ്ട് ഇമാം ഇബ്നു ഹജർ തങ്ങൾക്ക്? ഞങ്ങളുടെ നേതാവാണ് ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി. അവര് ചെയ്ത തെറ്റെന്താണെന്നറിയോ? വല വീക്ഷണത്തിൽ ഇബ്നു തൈമിയെ കുറിച്ച് പറയേണ്ടത് പറഞ്ഞു. അബ്ദുൻ ഖദലഹുല്ലാഹ് വഅദല്ലഹു വഅദല്ലഹു വഅഅമാ വഅസമ്മ. ഇത് പറഞ്ഞതിന്റെ പേരിലല്ലേ ഇബ്നു ഹജറിനെ കുറിച്ച് ഈ അഭിപ്രായം പറയുന്നത്? അതുകൊണ്ട് AP സമസ്തനി ഇബ്നു ഹജർ തങ്ങളെ മഹത്വം പറഞ്ഞു വരരുത്. വലിയ അപകടത്തിലാണ് നിങ്ങൾ ചെന്നെത്തിയിരിക്കുന്നത്. എന്നിട്ട് അവിടെ നിങ്ങളെ വക ഒരു പറച്ചിലും എന്ത്? മറ്റുള്ളതൊന്നും കൈപ്പടയിൽ എഴുതിയത് നമ്മൾ കണ്ടിട്ടില്ല, ഇത് കൈപ്പടയിൽ എഴുതിയതാണ്. കൈപ്പടയിൽ എഴുതിയത് ഈ കണ്ടിനോ? അത് കണ്ടിട്ടില്ല. എഴുതിയത് കണ്ടിട്ടുണ്ട്. എഴുതി എന്ന് എഴുതിയത് കണ്ടിട്ടുണ്ട്. അതൊരാൾ മറ്റൊരാൾക്ക് എഴുതിയ കത്താണ് ആ വായിക്കുന്നത്. എഴുതിയ ആളെ കത്തില് അങ്ങനെ ഒരു പരാമർശം നടത്തി അസ്കലാനി എടുത്തു പറയുകയാണ്. ഞാൻ പഴയ പേരോടിനെ കൊണ്ടുവരികയാണ്. അയാളതിന് മറുപടി പറഞ്ഞു തരും. തൗബ ചെയ്തിട്ടില്ലേ? തൗബ ചെയ്തു എന്ന് അദ്ദുററുൽ കാമിനയിൽ ഇല്ലേ? അതൊക്കെയാണ് പരിശോധിക്കേണ്ടത്. എന്താണ് അതിന്റെ തൊട്ടു ശേഷമുള്ളത്, എന്താണ് അതിന്റെ ശേഷമുള്ളത് ഒക്കെ പരിശോധിക്കേണ്ടതുണ്ട്. അതാ ഞാൻ പറഞ്ഞ ഇയാളെ നമ്മൾ ശരിക്കും പോസ്റ്റ്മോർട്ടം ചെയ്യുന്നയും വളരെ കൃത്യമായ ആശയങ്ങളല്ല. ഒന്ന്, അദ്ദേഹത്തിന്റെ പഴയ പ്രസംഗം അത് അവിടെ ഇത് വായിക്കുന്നുണ്ട്, തൗബ ചെയ്ത സംഭവം വായിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്ന അദ്ദേഹം ഇമാം സുബ്കിയെ പോലെയുള്ളവർ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയത് അദ്ദേഹം ജയിലിൽ നിന്ന് തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി നിർബന്ധിതനായി പറഞ്ഞതാണ്. മജീദ് മുസ്ലിയാർ പറഞ്ഞ പോലെ ഉദാഹരണം പെടണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും മനസ്സിലാവില്ല. അയാൾ ജയിലിൽ എത്രയോ കാലായി, പിന്നെയും ജയിലിലായി. അയാള് മരിക്കണ ജയിലിലാണ്. മശായിഖിനെ കുറ്റം പറഞ്ഞ് കുടുങ്ങിയതാ. പൈന പുകഞ്ഞ് നടക്കണ്. ശരിക്കും മനസ്സിലാക്കണം നിങ്ങള്. ഇവിടെ അന്ന് പറഞ്ഞു സുബ്കി ഇമാമ് കിതാബ് തന്നെ എഴുതിയല്ല, ഷിഫാഉ സഖാം ഇബ്നു തൈമിയ്യക്കെതിരെ എഴുതിയതാ. തൗബ ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ കിതാബ് വരുമോ? അപ്പൊ ഇമാമിങ്ങൾ അതിനെ കുറിച്ച് പറഞ്ഞാൽ കുടുങ്ങിയതാണ്. തൽക്കാലം 2 ദിവസമെങ്കിലും വീട്ടിക്ക് പോരണം. അതിന് കള്ളത്തരം പറഞ്ഞതാണ് എന്നാണ് ഇബ്നു തൈമിയ്യയുടെ തൗബനെ കുറിച്ച് പറഞ്ഞു. കാരണം ശേഷം അയാൾ അതേ വാദം പിന്നെ എത്രയോ വാദിച്ച് നടന്നിട്ടുണ്ട്. പറയട്ടെ, പഴയ പേരോട് പുതിയ പേരോടിന് പഴയ പേരോടിന്റെ മറുപടി അവക്ക്. ഇബ്നു തൈമിയെ അനുകൂലിച്ചുകൊണ്ട് വല്ല പണ്ഡിതന്മാരും എഴുതിയാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇതിൽ ഇബ്നു ഹജർ തങ്ങൾ തന്നെ പറഞ്ഞല്ലോ കാര്യം. ഇയാൾ ഞാൻ ആ പിഴച്ചവാദത്തിൽ നിന്നൊക്കെ മാറിയിരിക്കുന്നു, ഞാൻ ഒരിക്കലും അല്ലാഹു സിംഹാസനത്തിന്റെ മുകളിലാണ് എന്ന് പറയുന്നില്ല. അതിന്റെ അർത്ഥം നമുക്ക് റഹ്മാനുൽ റിസ്തവാന്റെ അർത്ഥം നമുക്ക് അറിയില്ല എന്നാണ് ഞാൻ പറയുന്നത്. അയാൾ സമ്മതിച്ചിട്ടുണ്ട്. എപ്പോ സമ്മതിച്ചിട്ടുണ്ട്? ഫീ ഖാമിസി അസ്റ റബീഉൽ അവ്വൽ സനത്ത് 707 ഹിജ്റ 777 റബീഉൽ അവ്വൽ 15ാമത്തെ ദിവസം. വസഹിദ അലൈഹി ബിദാലിക ജംഉൻ മിനൽ ഉലമാഇ വഗൈരിഹിം, ഒരുപാട് പണ്ഡിതന്മാരെ സാക്ഷിയായിട്ടുണ്ട്. അപ്പൊ അയാളൊക്കെ തൗബ ചെയ്ത ആളല്ലേ എന്ന് മനസ്സിലാക്കി പിൽക്കാലത്തുള്ള ചില പണ്ഡിതന്മാർ അദ്ദേഹത്തെ എതിർക്കാതിരുന്നിട്ടുണ്ട്. അയാളെ വാദം അയാൾ അങ്ങനെ തന്നെ മൂടി വെച്ചതാണ് തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി പണ്ഡിതന്മാരുടെ മുമ്പിൽ എന്ന് ബോധ്യപ്പെട്ടവരാണ് ഇമാം സുബ്കിയെ പോലുള്ളവർ. അവര് കഠിനമായി എതിർത്തിട്ടുണ്ട്. ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു പറഞ്ഞ് ഒന്നും പറയാൻ പറ്റിട്ടില്ല. മൗലവി പറഞ്ഞ ഇമാം സുബ്കി ബഹുമാനിച്ചിട്ട് വലിയ ബുദ്ധിയുള്ള ആളാന്ന് പറഞ്ഞ് വേരോട് ഇവിടെ വായിച്ചു പോയി എന്ന് പറയുന്നുണ്ട് മൗലവി. ഞാൻ വായിച്ചത് തീർത്തും വായിക്കാത്തത് കൊണ്ട് കേൾപ്പിക്കാത്തത് കൊണ്ടാണ് മൗലവി അങ്ങനെ പറഞ്ഞത്. അദ്ദേഹം ബുദ്ധിയും ഇവരൊക്കെ ഉണ്ടായി. പക്ഷേ പിന്നീട് എന്തുണ്ടായി? വലം യജിദ് ശൈഖൻ യഹ്ദീഹി, സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ഒരു ഉസ്താദിനെ അദ്ദേഹം പിന്തുടർന്നില്ല. അതുകൊണ്ട് അദ്ദേഹം പിഴച്ചുപോയി എന്നാണ് ഇമാം സുബ്കി പറഞ്ഞത്. ആ പറഞ്ഞതിന്റെ ബാക്കി ഭാഗം ഞാനിവിടെ വായിക്കും. അത് അവിടെ അന്ന് വായിക്ക് തിരിഞ്ഞില്ലേ? അതിന് അന്നുതില്ലല്ലോ, ഷെയ്ഖുമായി ബന്ധമല്ലല്ലോ. അന്നും അർത്ഥം വെക്കുന്ന ഉസ്താദ് എന്നാണ്. ഉസ്താദായൊക്കെ എത്രയോ ഉണ്ട്. അയാൾക്ക് കിട്ടിയേണ്ട ഷെയ്ഖുമാരെന്നുണ്ടായിരുന്നു. അതാണ് ഇബ്നു അത്വാഇല്ലാഹി സിക്കന്ദരി, അബുൽ അബ്ബാസുൽ മർസി,
ഷെയ്ഖ് അബു അൽ ഹസൻ അലി ഷാദുലി റളിയല്ലാഹു അൻഹു, ഈ മഹാന്മാരെടുത്ത് അതുപോലെയുള്ള മഹത്തുക്കളെടുത്ത് വരാൻ അയാൾക്ക് കഴിഞ്ഞില്ല. അപ്പൊ നോക്ക് നിങ്ങൾ, ഞാൻ വെച്ചെന്തിനാന്ന് വെച്ചാൽ അവിടെ പറഞ്ഞ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ. ഇമാം സുബ്കി ആ കാലത്തുള്ള പണ്ഡിതനാണ്. ആ സുബ്കി ഇമാം ഇബ്നു തൈമിയക്കെതിരെ ഖണ്ഡനം തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പൊ അയാൾ ഈ തൗബ ചെയ്ത സംഭവമോ അത് അയാൾ രക്ഷപ്പെടാൻ വേണ്ടി നിർബന്ധിതനായി പറഞ്ഞതാണ്. അത് അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിൽ പറഞ്ഞതല്ല. ആ പറഞ്ഞതുകൊണ്ട് ഇബ്നു തൈമിയയെ വിടാൻ പാടില്ല എന്ന് ഇമാം സുബ്കിയെ പോലെയുള്ളവർ മനസ്സിലാക്കുകയും ഇനി ഒന്നും പറയാൻ ബാക്കി വെക്കാതെ സംസാരിക്കുകയും ചെയ്തു. ഇനി ഇതിന്റെ അവസ്ഥ എന്താ നമുക്കൊന്നും കൂടി പരിശോധിക്കാം. ഇയാളിത് പറഞ്ഞതോടെ ഇബ്നു തൈമിയന്റെ ആളുകളും രംഗത്ത് വന്നിട്ടുണ്ട്. ഇബ്നു തൈമിയന്റെ ആളുകളുണ്ടല്ലോ, ഇവന്റെ അഖവാത്ത്, പിന്നെ അഖവാത്ത് എന്നൊക്കെ പറഞ്ഞ പോലെ മുജാഹിദുകൾ വന്നിട്ടുണ്ട്. മുജാഹിദുകൾ അതിന് മറുപടി പറഞ്ഞ എന്താ അറിയോ? അല്ല പേരോടെ എന്നു മുതലാണ് മൂപ്പര് തൗബ ചെയ്തത്? ആ കാലേതാ? ആ കാലത്തിന് ശേഷം എത്ര ജീവിച്ചു? ആ ജീവിച്ചപ്പോഴുള്ള ശിഷ്യന്മാരോ ആരൊക്കെയാണ്? ആ ശിഷ്യന്മാരെ വാദമെന്താ പേരോടെ? ഇത് മാത്രം പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടോ? മുജാഹിദിന്റെ ചോദ്യം. ഒരു മുജാഹിദിനോട് മറ്റേ മുജാഹിദിന്റെ ചോദ്യം. ഞങ്ങളതിൻ്റെ ഇടക്ക് നിങ്ങളെ രണ്ടിനും കൂടി ഒന്ന് തല്ലിക്കാൻ വേണ്ടി ഇട്ട് തരാണ്. പുതിയ മുജാഹിദ് ചോദിക്കുന്നുണ്ട്, അല്ല പഴയ മുജാഹിദ് പുതിയ പേരോട് മുജാഹിദ് ചോദിക്കുന്നുണ്ട്, ഇതിന്റെ വർഷം ഏതാണ്? അങ്ങോട്ട് കേട്ടോളൂ. പറഞ്ഞിട്ട് വരുന്നു എന്നുള്ളതാണ്. ഇനി ഇതിലുള്ള രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഹിജ്റ 707 ഇബ്നു തൈമിയന്റെ ഈ തൗബ എന്നതെന്നാണ് ഇതിൽ എഴുതേണ്ടത്. ഇത് കഴിഞ്ഞ് മിസ്രിൽ നിന്ന് ഇബ്നു തൈമിയ മടങ്ങുന്നുണ്ട്. പിന്നീടാണ് ഇബ്നു തൈമിയന്റെ അടുത്ത് ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു അബ്ദുൽ ഹാദി റഹിമഹുല്ലനെ പോലെയുള്ള ആളുകൾ, അതുപോലെ തന്നെ ഇബ്നു തൈമിയന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഉസ്താദിനോളം വലിയ ശിഷ്യൻ എന്ന് പറയുന്ന ശിഷ്യനാണ് ഇബ്നു ഖയ്യിമുൽ ജൗസി റഹിമഹുല്ല. ഇബ്നു ഖയ്യിമുൽ ജൗസി റഹിമഹുല്ല അതുമുതൽ മരണം വരേക്കും ഇബ്നു തൈമിയന്റെ കൂടെ കൂടിയ മഹാപണ്ഡിതനാണ്. അവരൊക്കെ അഖീദ പഠിക്കേണ്ടതും അവർ ഈ അശ്അരിയത്തിനെ എതിർക്കാൻ വേണ്ടി ഇബ്നു ഖയ്യിമുൽ ജൗസി റഹിമഹുല്ലക്ക് നൂനിയ എന്ന് പറഞ്ഞിട്ടൊരു കിതാബ് തന്നെ ഉണ്ട്, കവിതാ സമാഹാരമാണ്. അശ്അരികളെ നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ നിലം തൊടാതെ അടിക്കണേ ചെയ്യേണ്ടത്. അശ്അരികളെയും ജഹ്മികളെയും മുഅ്തസിലികളെയും വന്നിട്ടുള്ള മുഴുവൻ ആളുകളെയും. ഇനി നോക്കാം, ഇബ്നു തൈമിയന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ഇമാം ദഹബി റഹിമഹുല്ല, ഇമാം ഇബ്നു കസീർ റഹിമഹുല്ല. ഇവരാരും തന്നെ ഉസ്താദിനെ തൊട്ട് ഉസ്താദിന് ഇങ്ങനെ ഒരു മനംമാറ്റം ഉണ്ടായിരുന്നു എന്നോ അതേപോലെ തന്നെ ഉസ്താദിനെ ഇങ്ങനെ തൗബ ചെയ്തു എന്നൊന്നും എന്താക്കിയിട്ടില്ല, രേഖപ്പെടുത്തിയിട്ടില്ല. ഇത് ഏതോ ഒരു ഷെയ്ഖ് ജമാലുദ്ദീന്റെ മോൻ എന്താക്കി, ഒരു കത്തിൽ എഴുതിയപ്പോൾ ആ കത്തിന്റെ കോപ്പി കിട്ടിയ ആൾക്കാരെന്താക്കി, ആ കത്തിന്റെ കോപ്പി ചരിത്രത്തിന്റെ ഭാഗമാണ്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട, ഇബ്നു തൈമിയയെ അങ്ങേ അറ്റം നശിപ്പിക്കുവാൻ വേണ്ടി ശ്രമിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇബ്നു തൈമിയയുടെ ആളുകൾ കൊടുത്ത മറുപടിയെ കേട്ട് വളരെ വ്യക്തമാണ് പറഞ്ഞത്. 707 ഇബ്നു തൈമിയ തൗബ ചെയ്തു എന്ന് പറഞ്ഞ ഈ നാടകം നടക്കുന്നത്. അതിനുശേഷം 728 ആര് മരിക്കണത്? അപ്പൊ എത്ര കൊല്ലമുണ്ട്? 20 കൊല്ലല്ലേ? അതെ, 20 കൊല്ലം. ഈ 20 കൊല്ലത്തെ കാലയളവിലാണ് അള്ളാഹിനെ കുറിച്ചുള്ള പല വാദങ്ങളും അയാളിൽ ഉണ്ടായത്. മാത്രമല്ല, ഇബ്നു ബത്തൂത്തല്ലേ നമ്മളെ ലോകസഞ്ചാരി, മൂപ്പര് ഇയാളൊരു ഖുത്ബയിൽ സംബന്ധിച്ചു എന്ന് അയാൾ പറയുന്നത് റിഹ്ലയിൽ. അപ്പോ അയാൾ നേരെ മിമ്പർമെന്ന് കണ്ട് ഇറങ്ങിയതാണ്. മിമ്പർമെന്ന് ഇറങ്ങിയിട്ട് പറഞ്ഞു, അല്ലാഹ് രാത്രി ആയാൽ 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരും, കനുസൂലി ഹാദാ, ഞാനിപ്പോൾ ഇറങ്ങി മൗലീദ്. ഇങ്ങനെയുള്ളതൊക്കെ അയാൾ പറഞ്ഞതിന് ശേഷമാണ്. ഇബ്നു അബ്ദുൽ ഹാദി അതിൽ എണ്ണിയിലെ കുറെ, ഇബ്നുൽ ഖയ്യിമുൽ ജൗസി, ദഹബി, ഇവരൊക്കെ വലിയ വലിയ പാഠങ്ങൾ ഇബ്നു തൈമിയയിൽ നിന്ന് പഠിക്കുന്നതും ഇതിന് ശേഷമാണ്. അതിന് ആദ്യത്തെ 10-40 കൊല്ലം ഇയാൾ ഫഖീഹായി നിൽക്കല്ലേ, പിന്നല്ലേ പുതിയ പേരോടാണ്. ആദ്യം വലിയ വാദമൊക്കെ പറഞ്ഞില്ലേ, നമ്മളും കൂടെ എന്നില്ലേന്ന് അയാളെ, പിന്നല്ലേ ഇത് മാറി. ഇതേപോലെ തന്നെ ഇബ്നു തൈമിയ. അപ്പൊ അയാളെ നാശത്തിന്റെ കാലം എന്നറിയുന്നത് ആ 20 കൊല്ലാണ്. അപ്പൊ പിന്നെ ഇമാം സുബ്കി മനസ്സിലാക്കിയതാ ശരി, തൽക്കാലം ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ മജീദ് മുസ്ലിയാർ തൗബ ചെയ്ത പോലെ അഭിനയിച്ചതാണ്. അതാ സുബ്കി ഇമാമിന്റെ പക്ഷം. മാത്രല്ല, ഞാൻ അതിലും വലിയ രസം എന്താ അറിയോ, ഇബ്നു തൈമിയ തൗബ ചെയ്തു എന്ന് പറഞ്ഞത് സങ്കല്പിച്ചു കൊടുത്താൽ തന്നെ ഏതിൽ നിന്നാ തൗബ ചെയ്ത്? ഇബ്നു തൈമിയ തൗബ ചെയ്തു എന്ന് പറഞ്ഞ തന്നെ ഏതാ?
അല്ലാഹു തആലാക്ക് അവയവങ്ങളുണ്ട് എന്നതുപോലെയുള്ള അർശുമൽ ഇരുന്നു പോലെയുള്ള വാദങ്ങളിൽ നിന്ന് തൗബ ചെയ്തു എന്നാണ്. അത് അയാളെ വാദത്തിൻ്റെ ചെറിയൊരു ഭാഗമാണ്. ഒരു സ്ഥലത്ത് മൂത്രമുണ്ട്, കാസ്റ്റുമുണ്ട്, നായിക്കാട്ടുമുണ്ട്, അങ്ങനെ വല്ല പണ്ട് ഈ ഉസ്താദ് പറഞ്ഞ പോലെ ഇതെല്ലാം ഉണ്ട്. അതിന് ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കി വിചാരിച്ചോളി, അതുകൊണ്ട് സ്ഥലം ശുദ്ധിയാവില്ല, ബാക്കിയുള്ളത് അവിടെ കെടുക്കുകയാണ്, അതിലും വലുത് എന്ന് പറഞ്ഞ പോലെ തൗബ ചെയ്തു എന്ന് സമ്മതിച്ചാൽ തന്നെ തൗബ ചെയ്യുന്ന ഈ വാദത്തു നിന്നാണ്. മെയിൻ വാദം ഏതാ? മശായിഖിനെ എതിർക്കലാണ്. അതവിടെ തന്നെ ഉണ്ട്. അതിന് തൗബ ചെയ്തു എന്ന് ഏടിയും പറഞ്ഞിട്ടില്ല, പറയൂല എന്ന് അപ്പറഞ്ഞ ഇബാറത്തിന്റെ നേരെ അപ്പുറത്തുണ്ട്. അത് കട്ടിട്ടാ പേരോ, അതിനാ കക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ നേരെ അപ്പുറത്ത് പറഞ്ഞ എന്താ അറിയോ? അത് മൗലവി വായിക്കുന്നുണ്ട്, ഞാൻ വായിക്കണ്ട, ഒക്കെ ഓലനായിക്കോട്ടെ, രണ്ട് മൗലവിമാർ തമ്മിലുള്ള തല്ലായിക്കോട്ടെ, അത് മൗലവിക്ക് ഒരു അവസരം കൂടി കൊടുക്കുക, അയാൾ വായിക്കട്ടെ. അവരെ ചോദ്യം ചെയ്തതിന്റെ പേരിലാണ് ഇദ്ദേഹത്തെ ജയിലിലിട്ടത്. അങ്ങനെ ജയിലിൽ നിന്ന് നിങ്ങളത് മടങ്ങുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഇല്ല ഒരിക്കലും മടങ്ങൂല എന്നൊക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് അദ്ദേഹത്തെ ജയിലിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അനാഷ്അരിയുൻ, ഞാൻ അഷ്അരിയാണെന്ന് അദ്ദേഹം പറഞ്ഞു എന്നും പിന്നെ അതുപോലെ തന്നെ അഷ്അരികളുടെ ചില വിശ്വാസ കാര്യങ്ങൾ അവിടെയൊക്കെ പറയുകയും ചെയ്തു എന്ന് ഇയാൾ കത്തെഴുതി ഇവരെ ആരെഴുതി? ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ ഈ കിതാബിൽ എന്താക്കിയിട്ടുണ്ട്, കുറഞ്ഞിട്ട് എടുത്തു കൊടുത്ത സാധനമാണ്. ഇനി മാത്രമല്ല, ഞാൻ ആ പറഞ്ഞതിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ എന്ത് പറയുന്നുണ്ടെന്ന് അറിയോ? അതൊക്കെ പറഞ്ഞേക്കാണ്ട് പിന്നെ പ്രശ്നങ്ങളൊക്കെ തീർന്നു എന്ന് പറഞ്ഞു. അപ്പം പിന്നെയും വരികയാണ് ആര്? സുമ്മജിത്തമ ജംഅ സൂഫിയ, സൂഫിയകളുടെ കൂട്ടത്തിൽപ്പെട്ട ആ ടീം പിന്നെയും വന്നു. എവിടേക്കാണ് വരേണ്ടത്? താജുദ്ദീൻ ഇബ്നു അത്താ. താജുദ്ദീൻ ഇബ്നു അത്താ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്തെ ഖാദിയാണ്. ഖാദിന്റെ അടുത്ത് വരികയാണ്. ഒരു ഷവ്വാൽ മാസത്തിലെ വന്ന്, എന്നിട്ട് ഷവ്വാൽ മാസത്തിൽ വന്നിട്ട് കോട്ടയിൽ വന്നിട്ട് പറയാം ഷക്കോ മിൻ ഇബ്നു തൈമിയ്യ. പിന്നെ എന്തൊക്കെ തന്നെയാണ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലയെ കുറിച്ച് പരാതി പറയാം. എന്താ? അന്നഹു യതകല്ലമു ഫീ ഹക്കിൽ മശായിഖി അത്വരീഖ്. ത്വരീഖത്തിന്റെ മശായിഖുമാർക്ക് എതിരിൽ എന്താക്കുന്നുണ്ട്? അയാൾ സംസാരിക്കുന്നുണ്ട്. അന്നഹു ഖാല ലാ യുസ്തഗാസു ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിനോട് ഇസ്തിഗാസ നടത്താൻ പാടില്ല എന്ന് എന്താക്കുന്നുണ്ട് ഇബ്നു തൈമിയ്യ പറയുന്നുണ്ടെന്നാണ്. ഇതിന്റെ മുമ്പത്തെ വരിയിൽ ഞാൻ അശ്അരി ആയിക്കണെന്നാണ്. അശ്അരിയായ ഇബ്നു തൈമിയ്യ എങ്ങനെ ഇത് പറയാ? അശ്അരിയായ ഇബ്നു തൈമിയ്യ ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അശ്അരികളുടെ വിശ്വാസപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്തിഗാസത്തിന് ഒരു പ്രശ്നമില്ല. ദുറൽ കാമിനയിൽ പേരോട് വായിച്ച വരിന്റെ നേരെ 2 വരി താഴത്താണ്. ആ പേജ് മറിച്ചേണ്ട ആവശ്യമില്ല. 2 വരി താഴത്താണ് ഈ എഴുതിയിട്ടുള്ളത്. എന്ത്? ശക്കൗ മിൻ ഇബ്നു തൈമിയ്യ അന്നഹു യതകല്ലമു ഫീ ഹഖിൽ മശായിഖി ത്വരീഖ് വഅന്നഹു ഖാല ലാ യുസ്തഗാസു ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റസൂലിനോട് 2 മുജാഹിദുകൾ തമ്മിലുള്ള തല്ലാണ്. പേരോട് വായിച്ചിട്ട് ബാക്കി ആള് വായിച്ചു വസക്കനൽ ഹാൽ, അവിടെ പ്രശ്നങ്ങളൊക്കെ തീർന്നു എന്ന് പേരോട് വായിച്ചല്ലോ, അതിന് ബാക്കിയുള്ളത് അപ്പോൾ ആള് വായിച്ചത് സുമ്മജ്തമഅ ജംഉം മിന സൂഫിയ്യ. പ്രശ്നം തീർന്നു എന്ന് അങ്ങനെ പറയാനായിട്ടില്ല. അന്നത്തെ സൂഫിയാക്കൾ ഒരുമിച്ച് കൂടി. സൂഫിയാക്കൾ വിടൂലല്ലോ അവരെ, സൂഫി മശായിഖന്മാരെ വഴിയിലുള്ളവർ ഒരുമിച്ച് കൂടി. താജുദ്ദീൻ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങളെ സമീപത്ത് ഒരുമിച്ച് കൂടി. ഫതലഉ ഫിൽ അശ്റിൽ ഔസത് മിൻ ശവ്വാൽ, ശവ്വാലിന്റെ നടുവിലെ 10 അവരൊന്നുകൂടി ഒരുമിച്ചുകൂടി ഇലൽ ഖൽആ, കോട്ടയിലേക്ക്. മടവൂർ കോട്ട, അന്നത്തെ കോട്ടയിൽ എല്ലാവരും ഒരുമിച്ച് കൂടിയപ്പോൾ ആളുകൾ ശഖൗ മിൻ ഇബ്നു തൈമിയ്യ, ഇബ്നു തൈമിയ്യയെ കുറിച്ച് സൂഫിയാക്കളുടെ അഹ്ല് പരാതി പറഞ്ഞു. അന്നഹു യതകല്ലമു ഫീ ഹഖി മശായിഖി ത്വരീഖി, മശായിഖു ത്വരീഖിനെ ആക്ഷേപിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ വലിയ പ്രശ്നം. അത് മൂപ്പർ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതിന് മാറിയിട്ടില്ല. ഇബ്നു ഹജർ തങ്ങൾ വാലും മുതലും എന്ന് പറഞ്ഞ എന്തിന്റെ പേരില്ല ചങ്ങായിമാരെ? സൂഫിയാക്കളെ വിമർശിച്ചു, മശായിഖന്മാരെ വിമർശിച്ചു, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ വിമർശിച്ചു. അതുകൊണ്ട് അദ്ദേഹം ളാലുൻ മുദില്ലുൻ അബ്ദുൻ ഖദലഹുല്ലാഹ് യുഅതഖദു ഫീഹി അന്നഹു മുബ്തദിഉൻ. എത്ര വ്യക്തമാണിത്! മാത്രമല്ല പിന്നെ പറഞ്ഞു അന്നഹു ലാ യുസ്തഗാസു ബിൽ വഅന്നഹു ഖാല ലാ യുസ്തഗാസു ബിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനോട് ഇസ്തിഗാസ ചെയ്യരുത് എന്നയാൾ വാദിച്ചു. ഇയാൾക്ക് ഇപ്പോൾ കുഴപ്പമുണ്ടാവില്ല, കാരണം ഇയാൾ ഇസ്തിഗാസക്കെതിരാണ്, മശായിഖിനെതിരാണ്. ഇബ്നു തൈമിയ്യന്റെ ക്വാളിഫിക്കേഷനൊക്കെ ഇപ്പോൾ ഇയാൾക്കുണ്ടല്ലോ. വിവരത്തിലല്ല, ഒരിക്കലും ഉണ്ടാവില്ല. അതല്ല ഞാൻ പറഞ്ഞു. ഇസ്തിഗാസ പാടില്ല. അതുപോലെ മശായിഖിനെ എതിർക്കുക. ഇതിൽ ഇബ്നു തൈമിയ്യ ഇയാളും കണക്കന്നല്ലേ, ഇയാളായിരിക്കും ഒന്നുകൂടി ഡിഗ്രി കൂടുതൽ. അപ്പൊ അത് വായിച്ചില്ല. അപ്പൊ 4 മറുപടിയാണ് ആ തൗബയെ സംബന്ധിച്ച് പറയാനുള്ളത്. ഒന്ന്,
ആ തൗബ ഒരു നാടകമായിരുന്നു, തട്ടിപ്പാണ്. തട്ടിപ്പാണെന്ന് ആര് പറഞ്ഞു? പഴയ പേരോട് തന്നെ പറഞ്ഞു. ആരെ ഉദ്ധരിച്ചുകൊണ്ട്? ഇമാം സുബ്കിയെ. ഇമാം സുബ്കിയാണത് പറയേണ്ടത്. കാരണം മൂപ്പര് അപ്പുറത്തുള്ളത്, മൂപ്പരാണ് ആ കാലഘട്ടത്തിലെ മശായിഖിന്റെ ആള്. മൂപ്പര് പറഞ്ഞു അത് തട്ടിപ്പാണ്, ആ തൗബ തൗബയല്ല, നിർബന്ധിതനായി പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഇന്ത്യ ഇഷ്ടത്തിൽ പറയാന്ന് പറയേണ്ടി വന്നത്. കറക്റ്റാണ്, എത്ര കറക്റ്റാണ്. അതാണ് ഒരു മറുപടി. രണ്ടാമത്തെ മറുപടി, ഈ തൗബ ചെയ്തു എന്ന് പറയുന്ന ഡേറ്റ് 707 അതിലുണ്ട്. ഇബ്നു തൈമിയ മരിക്കുന്നത് 728 ഈ നീണ്ട 20 വർഷത്തിലാണ് ഈ അബദ്ധവാദങ്ങളൊക്കെയും അദ്ദേഹത്തിൽ നിന്ന് ഇബ്നുൽ ഖയ്യിമുൽ ജൗസി അടക്കമുള്ളവർ പഠിച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ ആ പറഞ്ഞത് അഭിനയമാണെന്ന് വ്യക്തമായി. പിന്നീട് അയാളത് പറഞ്ഞില്ലല്ലോ, രക്ഷപ്പെട്ടേക്ക് പിന്നെ ഇത് പോന്നല്ലോ. മൂന്നാമത്തെ മറുപടി, നിങ്ങൾ ഇനി തൗബ ചെയ്തു എന്ന് സമ്മതിച്ചാൽ തന്നെ തൗബ ചെയ്തു എന്ന് പറഞ്ഞ വിഷയം അവയവങ്ങളുണ്ട് എന്ന് പറയുന്ന ഒരു വിഷയത്തിലാണ്. മശായിഖുമായി ബന്ധപ്പെട്ട് ഇയാൾ പറഞ്ഞ വാദങ്ങൾ അങ്ങനെ തന്നെ ഉണ്ട് എന്നതിന്റെ നേരപ്പുറത്തെ വരിയിലുണ്ട്. അതുപോലെ തന്നെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇസ്തിഗാസ ചെയ്യാൻ പാടില്ല എന്ന വാദം അങ്ങനെ തന്നെ അയാൾക്കുണ്ട്. മാത്രമല്ല ലോക ചരിത്രത്തിൽ ഈ ചരിത്രങ്ങളൊക്കെ പഠിച്ച ആളാണ് ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി. ഹൈതമി തങ്ങൾ കാണാത്ത കിതാബാണോ ദുററുൽ കാമിന? അന്നഹു താബാന്ന് കണ്ട ആളാണ് ഇബ്നു ഹജറുൽ ഹൈതമി. ആ ഇമാം ഇബ്നു ഹജറ പറഞ്ഞത് യുഅ്തഖദു ഫീഹി, അയാളെ കുറിച്ച് വിശ്വസിച്ചോളണം, അന്നഹു ളാല്ലുൻ മുദില്ലുൻ, വഴിപിഴച്ച ആളാണ്, പിഴപ്പിക്കുന്ന ആളാണ്, മുബ്തദി ആണെന്ന് വിശ്വസിച്ചോളണം. AP വിഭാഗത്തിന്റെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് മൗലവി ലാസ്റ്റ് ഒന്നുകൂടി പറയും, ഇതൊക്കെ ബല് ഇബ്നു തൈമിയെ ന്യായീകരിക്കണൊക്കെ എന്തുകൊണ്ടാണെന്നറിയോ? കുടുങ്ങിയതാണ് ബല്. ദാവിയത്ത് സൂഫി ഇടപെട്ടപ്പോ ഒന്നും പറഞ്ഞിട്ട് പിടിക്കണില്ല. ലാസ്റ്റ് ഇബ്നു തൈമിയെ ഉഷാറാക്കി നോക്കിയതാണ്. അത് മുജാഹിദീങ്ങൾ അതേ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. അതും കൂടി ഒന്ന് കൽപ്പിച്ചു കൊടുക്ക്. ചിന്താഗതിക്കെതിരൊക്കെ ശക്തമായി പ്രതികരിച്ച ലോകത്തെ അറിയപ്പെടുന്ന പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഒരാളാണ് ഇബ്നു തൈമിയ. പിന്നെ പേരോട് സഖാഫി ഇങ്ങനെ പറയാൻ ഞാൻ മനസ്സിലാക്കുന്ന കാരണം, പേരോട് സലഫി അക്കീദയിലേക്ക് ചായുന്നു എന്നുള്ളൊരു ആരോപണം നമ്മുടെ നൗഷാദ് അഹ്സനിയുടെ ഭാഗത്തു നിന്നുണ്ട്. അപ്പോൾ മൂപ്പർക്ക് പേരോടിൻ്റെ അനുയായികൾക്കിടയിൽ നൗഷാദിൻ്റെ ആരോപണം എന്തല്ല, അത് ശരിയല്ല എന്നുകൂടി സ്ഥാപിക്കൽ ഒരു അനിവാര്യമായതുകൊണ്ടാണ് ഈ കിതാബിൻ്റെ നടുവിന്ന് ചെറിയൊരു ഉദ്ധരണി മാത്രം എടുത്തുകൊടുത്തിട്ട് ഇബ്നു തൈമിയ എന്താണ് അശ്അരിയത്തിലേക്ക് പിന്നെ മാറിയിട്ടുണ്ട് എന്ന് മൂപ്പര് പറയാൻ ശ്രമിക്കുന്നത്. അതിൽ തന്നെ മൂപ്പർക്ക് ഉറപ്പില്ല. അതിന് ശേഷം അങ്ങനെ ആയിട്ടുണ്ടോ, അതിന് മുന്നെങ്ങനെ ആയിട്ടുണ്ടോ, അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല എന്നാണ് ആ ക്ലിപ്പിൽ തന്നെ എന്ത് ചെയ്യണത് മൂപ്പര് പറയണത്. ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി ഇങ്ങനെ മാറിയിട്ടുണ്ട്. ഞങ്ങൾക്ക് പറയണ്ടില്ല. അപ്പൊ അൽഹംദുലില്ലാഹ് ഇന്ന് ഭൂമി മലയാളത്തിൽ ഇബ്നു തൈമിയ പഴച്ചവനാണ് എന്ന് ഉറപ്പിച്ചു പറയുന്ന സംഘം, അതാണ് മശായിഖുമാർ നേതൃത്വം നൽകുന്ന സാവിയത്തു സുഫിയ. മറ്റു മശായിഖന്മാരാഹലുണ്ട്, അക്കൊറ്റൊന്ന ഒന്ന് പറഞ്ഞാൽ എല്ലാം അതിൽ പെടും. അതിൽ സംഘടനയിലുള്ളവരുണ്ട്, ഒക്കെ ഉണ്ട്, അതിനൊന്നും പ്രശ്നമില്ല. ഇബ്നു തൈമിയക്ക് 1, 2, 10 വാദമൊന്നുമല്ല ചങ്ങായിമാരെ, ഒരു അവയവത്തിന്റെ വാദം എന്നല്ല. അതാണ് അഖ്താ ഇബ്നു തൈമിയ എന്ന ഈ ഗ്രന്ഥം. ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഓരോ വാദങ്ങളും. ഇതിലൊറ്റ വാക്ക് ഞാൻ എടുത്തുദ്ധരിക്കാം. അല്ലാഹ് പറഞ്ഞൊരു ആയത്തില്ലേ, വഖദ് ഖാലല്ലാഹ് ഇന്നാ ഫതഹ്നാ ലക ഫത്ഹം മുബീനാ. സൂറത്തുൽ ഫത്ഹിൽ അല്ലാഹ് പറഞ്ഞില്ലേ നബിയേ, നിങ്ങൾക്ക് എല്ലാം നമ്മൾ ഫത്ഹാക്കി തന്നിട്ടുണ്ട്. ഈ ആയത്തിന് ഇബ്നു തൈമിയ കൊടുത്ത അർത്ഥം എന്താണെന്നറിയോ? അന്നഹു ഫഅല ഹാദാ ലിയഹ്ദിയഹു സിറാത്തൻ മുസ്തഖീമാ. അല്ലാഹ് ഈ ആയത്തിറക്കി ഫത്ഹാക്കി കൊടുത്തത് റസൂലിനെ ഹിദായത്താക്കാൻ വേണ്ടിയാണ്. ഹിദായത്തില്ലാതെ എങ്ങനെ നിൽക്കുന്നു മുത്തു റസൂല്? ഈ ചങ്ങായി പറയാ. അപ്പൊ ഹിദായത്ത് കൊടുക്കുക എന്നുള്ള ആവശ്യത്തിനത്ര ഈ ആയത്തിറക്കിയത്. മക്കം ഫത്തിന്റെ അന്നാളോ ആയത്ത് വരുന്നത്. അപ്പൊ ഹിദായത്ത് തന്നെ കിട്ടിയത് മക്കം ഫത്തിന്റെ ശേഷമാണെന്ന് ഇബ്നു തൈമിയ ആക്ഷേപിച്ച ആ ആരോപണം എടുത്തു പറഞ്ഞ് ഇമാമിങ്ങൾ അത് ശക്തമായി ഖണ്ഡിക്കുന്നുണ്ട്. എന്താ ഇയാൾ പറയാൻ ഈ ബാക്കി? ആരെക്കുറിച്ചാ പറയാൻ ബാക്കി വെച്ചത്? അതുകൊണ്ട് തന്നെ
ആധുനിക ഇബ്നു തൈമിയയായി മിസ്റ്റർ പേരോട് മാറി എന്നതിൽ ഇനി സംശയിക്കണ്ട. സുന്നി പ്രവർത്തകരെ, ഇയാളെ ബാക്കിൽ പോയിട്ട് എത്ര കാലം നിങ്ങൾ നിൽക്കും? ഇനിയും നിങ്ങൾക്ക് ബോധോദയം വന്നില്ലേ? ഇല്ലെങ്കിൽ ആ വാഴക്കാട് ഖണ്ഡനം എന്ന് പറഞ്ഞ് പിൻവലിക്കാത്ത ഭാഗങ്ങൾ എവിടെ ഉണ്ട്? യൂട്യൂബിലുണ്ട്. അത് എടുത്ത് കേട്ടോളൂ. പിൻവലിച്ചത് കേൾക്കണമെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. ഞങ്ങൾ കറക്റ്റ് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ അവസ്ഥ. പണ്ട് പറഞ്ഞ തന്നെ കേട്ടാൽ മതി. ഇപ്പൊ പറയുന്ന വാദം തെറ്റാണെന്ന് മനസ്സിലാവും.